വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു പ്രത്യക്ഷപ്പെടുമെന്ന്. ഇനി 2:19 നമ്മുടെ കർത്താവായ യേശു നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ. അപ്പൊ 2-ാം അധ്യായത്തിലും പൗലോസ് തെളിയിക്കുക യേശു പ്രത്യക്ഷപ്പെടാൻ പോവുക. ഇനി 3-ാം അധ്യായത്തിന്റെ 13 ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. അപ്പോൾ 3-ാം അധ്യായത്തിലും തെളിയിച്ചു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യം 18 വരെ എല്ലാവർക്കും മനഃപ്പാഠമായ വാക്യമാണ്. എന്നാലും വായിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെടുക്കുകയും ചെയ്ത് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്ത വാക്യം കർത്താവിന്റെ പ്രത്യക്ഷത വരെ. ഇനി അടുത്ത വാക്യം നമുക്കെല്ലാം തിട്ടമാ. കർത്താവ് താൻ ഗംഭീര നാദത്തോടും. അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പറയിപ്പിക്കുന്നില്ല. അപ്പോൾ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോഴും അതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രയോഗം യേശു പ്രത്യക്ഷപ്പെടാൻ പോയ സ്തോത്രം. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ തിരുവെഴുത്ത്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ആത്മാവും പ്രാണനും ദേഹവുമായ ശേഷം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി വഴിയൊരുക്കും നിസങ്ങൾ. ഭൂവിൽ വഴിയൊരുക്കും നിസങ്ങൾ. എൻ പ്രിയനേ, എന്തിനീ താമസമോ? എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ. എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ. അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. ഇത് തർക്കമറ്റ സംഗതി. യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പ്രാരംഭ ദിവസവും ചില കാര്യങ്ങളെ ഓർപ്പിച്ചു വന്ന കൂട്ടത്തിൽ സൂചിപ്പിച്ചല്ലോ. ഒരിക്കൽ യേശു പ്രത്യക്ഷപ്പെട്ടു. മാനവരാശിയുടെ പാപം പരിഹരിച്ചു. അവിടുന്ന് മുഴുവൻ നിവർത്തിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തി അവിടുന്ന് സ്വർഗത്തിൽ. ഇപ്പോൾ അവിടുന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അധികം താമസിക്കാതെ അവിടുന്ന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അതാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. അപ്പോൾ ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ദൈവത്തിന് സ്തോത്രം. അതെ, ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. ഇന്ന് രാത്രി വേറൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്നുകൊണ്ടിരിക്കുക. നമ്മള് 5-ാം അധ്യായത്തിന്റെ 17-18 വാക്യമാണ് കുറുവാക്യമായിട്ട് വായിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം.
ഈ പദം പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് പലർക്കും ചില വാക്യങ്ങൾ ഓടി വന്ന് കാണും. ദൈവത്തിന്റെ ഇഷ്ടമോ? അതെല്ലാവർക്കും അറിയാവുന്ന വാക്യം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ? ദൈവത്തിന്റെ ഇഷ്ടം ധാരാളം കാര്യങ്ങളുണ്ട്. ആ 5-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ 10 കൂട്ടം കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം ഇല്ലേ? 13 മുതൽ വായിച്ചേ. സഹോദരന്മാരെ, അധ്വാനിക്കുകയും കർത്താവ് നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കും. ഇതൊക്കെ ദൈവ ഇഷ്ടമാണ്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുക, അലോഗ്യം ഉണ്ടാക്കി അടിപിടി കൂടുകയൊന്നും ചെയ്യരുത്. സമാധാനത്തോടിരിക്കണം. ഇത് നേർക്ക് നേരെ നോക്കുമ്പോൾ കീരിയും പാമ്പും പോലെ. കീരിയും പാമ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെക്കുക. തമ്മിൽ സമാധാനമായിട്ടിരിക്കേ. സ്തോത്രം. അലോഗ്യവും അസ്വസ്ഥതയും ഒന്നും ഉണ്ടാക്കരുത്. അഥവാ ഒരാളുടെ ഭാഗത്ത് ഒരു അപാകത വന്നാൽ അങ്ങ് ക്ഷമിക്കണം. അതാ യേശു പഠിപ്പിച്ചത്. തമ്മിൽ സമാധാനമായിട്ടിരിക്കണം. ദൈവഹിതമായി പറഞ്ഞു തരുന്നേ. അല്ല നീ എപ്പോഴും കൊടുവാൾ കൊടുത്തോണ്ട് ഇങ്ങനെ അറകല നിൽക്കും പോലെ നിൽക്കരുത്. തമ്മിൽ സമാധാനമായിട്ട് സമാധാനം ഉണ്ടാക്കണം. ഇതെന്ന് യോഗത്തിന് വന്നാലും കലക്കിയേച്ചേ പോവുള്ളൂ. നമ്മൾ പറയല്ലോ, അയ്യോ ആണ് കലക്കുന്ന ആളാ വന്നേക്കുന്നത്. കലങ്ങി കിടക്കുന്നിടത്ത് നീ ചെല്ലുമ്പോ സമാധാനം ഉണ്ടാകണം. തമ്മിൽ സമാധാനമായിട്ടിരിക്കണം. ദൈവഗതമാണ്. പിന്നെ സഹോദരന്മാരെ, നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. അവരെ സഭയിൽ നിന്ന് മുടക്കുമൊന്നുമല്ല, അങ്ങനൊന്നുമല്ല വ്യവസ്ഥ. ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. അത് സ്നേഹത്തിന്റെ ആത്മാവിൽ, സൗമ്യതയുടെ ആത്മാവിൽ. അങ്ങനല്ലേ 6:6 വായിച്ചേ ഗലാത്യ ലേഖനം. പ്രമാണമുണ്ട് അതിനാ. 6:6 6:1 മുതൽ 6:1 വായിച്ചേ. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ നിങ്ങള് അത് മറ്റ് മാധ്യമങ്ങളിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടി, എന്തുവാ വേറെ കണ്ടൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ ഇടയിൽ, വീട്ടിലോ സഭയിലോ നാട്ടിലോ ഒരു മനുഷ്യൻ തെറ്റരുത്. അഥവാ വല്ല തെറ്റിലും, ഇന്ന തെറ്റെന്നല്ല, വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ, വ്യവസ്ഥയാ പോയാൽ, ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ. അപ്പൊ ഒരുത്തൻ തെറ്റിൽ അകപ്പെട്ടാൽ അവനെ യഥാസ്ഥാനത്താക്കുവാൻ, അവന് കാര്യം പറഞ്ഞു കൊടുക്കാൻ ചെല്ലേണ്ടത് ആരാ? ആത്മീയനാ. ഇപ്പൊ ആത്മീയരാണോ ചെല്ലുന്നേ? 200 രൂപ മോട്ടിച്ചവനെ കമ്മിറ്റി കൂടി അവനെ വിസ്തരിക്കാനിരിക്കുന്നത് 50,000 ഒതുക്കിയ കാട്ടുകള്ളനാ. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ? അവൻ 200 രൂപ മോട്ടിച്ചു, സത്യമാ, മോഷണം തെളിഞ്ഞു, പിടിച്ചു. അപ്പൊ ഇവനെ വിസ്തരിക്കാനിരിക്കുന്ന ആളാരാ? 50,000. എടാ, ഒരുവൻ വല്ല തെറ്റിലും അകപ്പെടരുത്, തെറ്റരുത്, അകപ്പെടരുത്. അഥവാ അകപ്പെട്ടു പോയാൽ അവനെ യഥാസ്ഥാനത്താക്കാൻ ചെല്ലുന്നവൻ ആരായിരിക്കണം? എന്റെ കൂടെ നിക്ക്. മനസ്സിലായോ? ഉദാഹരണം, ഒരുത്തൻ ഓപ്പണായിട്ട്, എല്ലാം ഓപ്പൺ ആണല്ലോ. ഒരുത്തൻ ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു, വ്യഭിചരിച്ചു, ഓപ്പണായിട്ട് പറയാം. അപ്പൊ അവനെ ക്രമീകരിക്കാനും യഥാസ്ഥാനത്താക്കാനും കാര്യം പറഞ്ഞു കൊടുക്കാൻ ചെല്ലേണ്ടവൻ ആരായിരിക്കണം? അവൻ 8 പെണ്ണുങ്ങളെയും കൊണ്ട് മുങ്ങിയവനാ. 8 ഉള്ളോന്ന് കുഞ്ഞുമനച്ചാൻ ചോദിക്കുന്നു. 8 ഉള്ളോന്ന്. എനിക്ക് തിട്ടമില്ല കേട്ടോ. കുഞ്ഞുമനച്ചാന് കുറച്ചുകൂടെ തിട്ടം വരും. 8 18 കാരണം പുള്ളിക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റി. എന്റെ ഊഹ 8. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ.
സ്തോത്രം. ഒരമ്മായിയമ്മയും മരുമകളും കൂടെ അഭിപ്രായ വ്യത്യാസം വന്നു. അപ്പൊ അത് പരിഹരിക്കാൻ ചെല്ലുന്നയാള് അമ്മാവിയമ്മയായിട്ട് വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലും ബഹുമാനത്തിലും വിധേയത്തിലും ജീവിക്കുന്ന സഹോദരി വേണം ചെല്ലാൻ. നാലാമത് അമ്മായിയമ്മ ആന്റെ മനസ്സിൽ ഇറക്കിയവളാ ചെല്ലുന്നേ. മറ്റവോടുകൂടി ഇപ്പോഴും അമ്മായിയമ്മ ഉണ്ടല്ലോ. നിങ്ങള് സ്തോത്രം ഒന്നും പറയുകയല്ലെന്ന് എനിക്കറിയാൻ, പറയുമൊന്നും വേണ്ട, ഇതുപോലെ ഇരുന്നാ മതി. ദൂതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ ഞാൻ തരാം. സ്തോത്രം. ഒരുത്തൻ മദ്യപിച്ചു. മദ്യപിക്കരുത്, അത് തെറ്റാ. ഇനി അബദ്ധത്തിൽ അവൻ മദ്യപിച്ചു, അബദ്ധമല്ല മനഃപൂർവ്വമായിക്കോട്ടെ, അവനെ ക്രമീകരിക്കാൻ ചെല്ലേണ്ടവനാരാ? അവൻ ബാറ് വീട്ടിലുള്ളവനാ ചെല്ലുന്നത്. അവന്റെ ഫ്രിഡ്ജിനകത്ത് ഇഷ്ടം പോലെ കുപ്പി ഇരിക്കുക. 8 കുപ്പി തെങ്ങും മൂട്ടിൽ, 3 എണ്ണം വാഴയുടെ മൂട്ടിൽ. അവനാ മറ്റവനെ ക്രമീകരിക്കാൻ എന്നെ നിങ്ങളെല്ലാം ഒരു വല്ലാത്ത നോട്ടം എന്നെ നോക്കുന്നേ. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ അവനെ ക്രമീകരിക്കാൻ ചെല്ലേണ്ടവൻ ആത്മീകനായിരിക്കണം. വേണ്ടേ? സ്തോത്രം. ആത്മീകനാണോ ഇപ്പൊ ചെല്ലുന്നത്? ആത്മീക നിലയിലാണോ ഇടപെടുന്നത്? ആട്ടെ, ഞാൻ ആ ഭാഗം ഇനിയും പറയുന്നില്ല. നമുക്ക് വായിച്ച ഭാഗത്തേക്ക് വരാം. വായിച്ചോ. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ. സമാധാനമായിരിക്കുവിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ. അടുത്തത്, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. നീ ഒരു വ്യക്തിയുടെ അടുക്ക ചെല്ലുമ്പോൾ അവന് ധൈര്യമായിരിക്കണം. നിന്നെ കാണുമ്പോഴേ അവന് പിന്നെയും വെപ്രാളം കൂടുക. അങ്ങനെയാണെങ്കിൽ നീ അങ്ങോട്ട് എഴുന്നള്ളാതിരിക്കുന്നതാ നല്ലത്. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും ബലഹീനരെ ഇന്നലെ പറഞ്ഞല്ലോ നല്ല താങ്ങ. അത് പോട്ടെ. അടുത്തത്, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. ക്ഷമിച്ചാ പോരാ, ദീർഘക്ഷമ. അതിന് ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവ്. കർത്താവാണല്ലോ നമ്മുടെ മാതൃക, ദീർഘക്ഷമ. അടുത്തത്, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഇതൊക്കെ ദൈവഹിതമാണ്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവർ കാണും, ആക്ഷേപിക്കുന്നവർ കാണും, പരിഹസിക്കുന്നവർ കാണും, നിങ്ങളെ വിടക്കം നിന്നുന്നവർ കാണും, നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ കാണും. തിരിച്ച് ചെയ്യരുത്, തിരിച്ച് പറയരുത്, തിരിച്ച് പ്രവർത്തിക്കരുത്. അത് നമ്മുടെ മാർഗമല്ല, പുസ്തകത്തിന്റെ മാർഗമല്ല, ദൈവഹിതമല്ല. ആര് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. അടുത്തത്, എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ പാസ്റ്റർ, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ കയ്യില് ഒന്നുമില്ല. വേണ്ട, വാക്കുകൊണ്ട് നന്മ ചെയ്യരുതോ? സംസാരം കൊണ്ട് നന്മ ചെയ്യരുതോ? ഉദാഹരണത്തിന്, ഇന്ന ആളിനെ അറിയാമോ? അയ്യോ, എനിക്കറിയാം, നന്നായിരിക്കുന്നു. നന്മ ചെയ്യരുതോ? ആട്ടെ, ഞാൻ വിവരിക്കുന്നു. പിന്നെ അടുത്തത്, ഇതൊക്കെ ദൈവഗതമായി. എപ്പോഴും സന്തോഷിക്കണം. സ്തോത്രം. ഇതാ ഒന്നാമത്, എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ല ഷെയ്പ്പില്ല. നിങ്ങൾ വീട്ടിൽ പോയി കണ്ണാടി ഒന്ന് നോക്കിക്കോണം. എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ല ഷെയ്പ്പ് ഇല്ല. അപ്പൊ ഉള്ള ഷെയ്പ്പിൽ സന്തോഷിച്ചിരിക്കണ്ടേ? വേണ്ടേ? ഉള്ള ഷെയ്പ്പ് നല്ല സന്തോഷിച്ചിരിക്കണം. ഈ ലോകത്തിൽ സന്തോഷിക്കാൻ വക ദൈവമക്കൾക്കാണ്. എപ്പോഴും സന്തോഷിക്കണം. പിന്നെ ഇടപെടാതെ പ്രാർത്ഥിക്കാനാ, പക്ഷെ ഇടപെടാതെ പാര വെക്കരുത്. ഇത് ഇടപെടാതെ പാരയല്ല, ഇടപെടാതെ പ്രാർത്ഥിക്കണം. പിന്നെ
എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. എല്ലാറ്റിനും സ്തോത്രം ചെയ്തോണം. ദൈവമക്കൾ സദാസമയം എല്ലാറ്റിനും സ്തോത്രം. ഇതൊക്കെയാ ദൈവ ഇഷ്ടം, ഇതൊക്കെയാ ദൈവഹിതം. അപ്പോൾ തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് വരെ പഠിക്കുമ്പോൾ തന്നെ 10 കൂട്ടം കാര്യമാണ് ദൈവഹിതം. 4-ാം അധ്യായത്തിന് 3 കിടപ്പുണ്ട്. ഇത് ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇനി പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ആമൻ സ്തോത്രം നന്മ ചെയ്യണം. ആ ബാക്കി ഒന്ന് വായിച്ചേ. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16 വാക്യം പെട്ടെന്ന്. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം. അപ്പോ ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കാൻ ഏറ്റവും നല്ല മാർഗം നന്മ ചെയ്തേക്കണം. മനസ്സിലായോ? ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളതാ, നിങ്ങളും കേട്ടിട്ടുള്ളതാ, അനേകരും പറഞ്ഞിട്ടുള്ളതാ. ഒന്നുകൂടെ പറയുക. ഉദാഹരണം പറയാൻ പോവാ. അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിനെ സ്കൂള് തുറന്നപ്പം അവർക്ക് ബുദ്ധിമുട്ട്. അവർ പറഞ്ഞൊന്നുമില്ല, നമ്മളത് മനസ്സിലാക്കി ഒരു 10 ബുക്കും 2 പേനായും ഒരു സ്കൂൾ ബാഗോ ചോറ്റുപാത്രമോ മേടിച്ചുകൊണ്ട് അങ്ങ് കൊടുക്കുകയാണ്, ധരിക്കുക. സ്തോത്രം. അല്ലെ, നമ്മൾ ഇപ്പോഴത്തെ സീസണിലെ ചക്ക ഇട്ടു, നല്ല തേൻവരിക്ക നമ്മുടെ വീട്ടിലെ പ്ലാവ് നിറച്ച് ചക്ക ഇട്ടപ്പോൾ ഒരു 2 ചക്ക 2 വേണ്ട, ഇനി മനോവേദന ഉണ്ടാകും. 1 ചക്ക അവർക്ക് കൊണ്ട് കൊടുക്കുക. അവർ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അല്ലെ നിരീശ്വരവാദിയോ ആരുമാകട്ടെ, അതുകൊണ്ട് കൊടുത്തേച്ച് നമ്മൾ പോകുന്ന പിറ്റേന്ന് നമ്മൾ ലഘുലേഖയായിട്ട് ഭവനമന്ത്രസിൽ ഇറങ്ങുക. തമ്പിയുടെ ഹൃദയം. നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ തലവട്ടം കാണുമ്പോൾ അവർ പറയോ വന്നാട്ടെ കയറിയിരിക്കും. അവർ ചോദിക്കും ഇച്ചിരി വെള്ളം കുടിക്കാൻ എടുക്കട്ടെ, കട്ടൻ കാപ്പി തരട്ടെ. അപ്പം നമ്മൾ പറയും ഒന്നെങ്കിൽ താ, അല്ലെങ്കിൽ വേണ്ട. അയ്യോ അവർ പറയും എടി പെട്ടെന്ന് പായിട്ട് നമ്മൾ സംസാരിച്ചാൽ അവർ ശ്രദ്ധിച്ച് കേൾക്കും. ഇഷ്ടമല്ലെങ്കിലും അവർ കേൾക്കും. ഒന്നും പറയത്തില്ല. നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം ഉണ്ടാകാം. ഇത് കൈയറത്ത ഉപ്പ് തേക്കുകയല്ല. ഒരു പാറാൻ കുത്തിയ തേങ്ങ പോലും ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയല്ല. തെങ്ങിന്ന് തേങ്ങ ഇട്ടപ്പോൾ ഒരു കോഞ്ഞാട്ട അപ്പുറത്തെ വീട്ടോട്ട് വന്ന് അന്നേരം അത് ചാടിപ്പിടിക്കുക. കോഞ്ഞാട്ട എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ? അവര് ചൊവ്വാഴ്ച നാളിൽ ഇറങ്ങുക പരസ്യയോഗം നടത്താൻ. തമ്പിയുടെ ഹൃദയം. അവൻ നല്ല 5 ഇഞ്ചിന്റെ മെറ്റിൽ നിന്നെ എറിഞ്ഞ് നിന്ന് പാടുക. വരുവീനി അവരെല്ലാരും വരും എറിയാൻ. നീ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം. അത് ദൈവഹിതമാണ്. അപ്പൊ പൗലോസ് ന്യായം ചെയ്യണം. യെശയ്യാപ്രവചനത്തിൽ അത് ദൈവഹിതമാണ്. അങ്ങനെ ഒത്തിരി ദൈവഹിതം. പൗലോസ് റോമാലേഖനത്തിലൊക്കെ പറഞ്ഞല്ലോ, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം, എന്നിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ നമ്മള് പെന്തിക്കോസുകാര് അത് അങ്ങനെ പറയുന്നതാണ് നല്ലത്. ഈ ദൈവത്തിന് ഹിതമല്ലാത്ത ഒത്തിരി വിഷയമുണ്ട്. പക്ഷെ നമ്മൾ പലരും പ്രാർത്ഥിച്ചും ഉപവസിച്ചും അത് ദൈവഹിതമാക്കി തീർക്കും. ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഹിതവുമല്ല. പക്ഷെ നമ്മള് പലരും, പല പെന്തിക്കോസുകാരും അല്ലെ പല പ്രാർത്ഥനക്കാരും ദൈവത്തിന് ഹിതമല്ലാത്ത വിഷയം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒടുവിൽ പുള്ളിയെ കൊണ്ടത് സമ്മതിപ്പിക്കും. അതിന് വേദപുസ്തകത്തിന്റെ ഭാഷാശൈലി പറഞ്ഞാൽ നിർബന്ധിത ദൈവഹിതം. ദൈവഹിതമല്ല, നിർബന്ധിത ദൈവഹിതം എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം ചെലുത്തി അങ്ങ് പുള്ളിയെ അസ്വസ്ഥതപ്പെടുത്തി അത് ഹിതമാക്കി എടുക്കുക. അതിന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഉപാധികളിൽ ഒരു ഉപാധിയാണ് ഉപവാസവും പ്രാർത്ഥനയും. ഒരു ഉപാധിയാണ്. ചെല്ലി പറഞ്ഞേ, ഞാൻ 21 ഇരിക്കുക,
ഉടനെ അടുത്ത പുള്ളി ഞാൻ 40 days. ഉടനെ അടുത്ത പുള്ളി ഞാൻ വെള്ളം പോലും കുടിക്കുന്നില്ല, കഠിന. ഉടനെ അടുത്ത പുള്ളി രണ്ടിലൊന്നറിയാതെ ഞാൻ എഴുന്നേക്കുകയല്ല. എന്നെ വേറൊരു പുള്ളി പിടിച്ചു വെച്ച് മേടിക്കുമെന്ന്. മനസ്സിലായോ? അതിനെ തെറ്റിദ്ധരിക്കരുത്. ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അതിന് ചില രീതികളുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിൽ നിന്നോ കേന്ദ്രത്തിൽ നിന്നോ അല്ലെ തത്തുല്യമായ ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി അവർക്ക് ചില പ്രയോഗ നടപടികളുണ്ട്. അതിനാദ്യം അവര് ചെയ്യുന്ന ഒരു പരിപാടി ഒരു സായാഹ്ന ധർണ. സന്ധ്യയാകുമ്പം ഒരു ചെറിയ ബാനർ കെട്ടി ഒരു 3-4 കസാര ഇട്ട് ആ പാർട്ടിക്കാരെല്ലാം കൂടെ വന്ന് സായാഹ്ന ധർണ. രണ്ടുപേരും ഒരു ഇംഗ്ലാവൊക്കെ വിളിച്ച് ഒരാൾ വന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഒരാൾ നന്നായിട്ട് പ്രസംഗിച്ച് അവർക്ക് പറയാനുള്ള കാര്യം പറയും. അപ്പോൾ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റോ എന്താണെന്ന് വെച്ചാൽ അത് കേട്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം. അതിനാ സായാഹ്ന ധർണ. സായാഹ്ന ധർണ കൊണ്ട് ഏക്കുന്നില്ലെങ്കിൽ ഓടിച്ചു പറയാം. അടുത്ത ഒരു പ്രയോഗമാണ് സൂചനാ പണിമുടക്ക്. ഉച്ച കഴിഞ്ഞ് പണി ഒരു ചെറിയ ഹർത്താല് പോലെ സ്കൂട്ടറെ വരുന്നവന്റെ കാറ്റടിച്ചു വിട്ട് അവനുടനെ തള്ളിക്കൊണ്ട് പോവാ. അവൻ ചോദിക്കുക എന്നെ ഇതാ വിഷയം അറിഞ്ഞില്ലായിരുന്നു. സൂചനാ പണിമുടക്ക് കൊണ്ടും കാര്യം നടന്നില്ലെങ്കിൽ നിരാഹാരം. നമ്മൾ ഉപവാസം എന്നാ പറയുന്നത്. നിരാഹാര സമരം ഒരു ദിവസം. ആ ഒരു ദിവസത്തെ നിരാഹാര സമരം കൊണ്ടും പണി നടക്കുന്നില്ലെങ്കിൽ അനിശ്ചിത കാലത്തേക്ക് നിരാഹാരം. അതുകൊണ്ട് വേക്കുന്നില്ലെങ്കിൽ നിരാഹാരം പിന്നെയും തുടരും. കഞ്ഞിയും വെള്ളവും കുടിക്കാതെ കിടക്കുക. ഉടനെ അവർ തൻ്റെ കട്ടിൽ കൊണ്ടിട്ടു, തലയണയൊക്കെ കൊണ്ടിട്ടു, പാർട്ടിക്കാർ വരുന്നു, ജനപ്രതിനിധികൾ പലരും വരുന്നു. ചിലടത്ത് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ചാനലുകാർ വരുന്നു. ഉടനെ പിന്നെ ഓരോ ന്യൂസ് വരും. പൾസ് താന്നുകൊണ്ടിരിക്കുന്നു, പൾസ് ഹാർട്ടിൻ്റെ ഇടിപ്പിനൽപ്പം വ്യതിയാനം വരുന്നു. ഇങ്ങനെയൊക്കെ പരിശോധനയാണ്. അവസാനം പിന്നെ ഭയങ്കര പരസ്യമാകും. ആള് തീർന്നു പോയാൽ ഭയങ്കര പ്രശ്നമാകും. അങ്ങനെ പറഞ്ഞ് എന്തിനേറെ ചുമതലപ്പെട്ടവർ വന്ന് ഒരു സംസാരിച്ച് ധാരണ വന്ന് നിരാകാരം അവസാനം അവർ പറയും ആ പറഞ്ഞ കാര്യമൊക്കെ പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ, ഉടനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അണികളെല്ലാം കൂടി ഇരുത്തി നാരങ്ങാ വെള്ളം കൊടുത്തു, അല്ലെ കരിക്കും വെള്ളം കൊടുത്തു. ഉടനെ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. പിറ്റേ ദിവസം ഫോട്ടോ, അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിപാടി വിജയിച്ചു. അങ്ങനത്തെ രീതി അല്ലെങ്കിൽ ഏതാണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോ പെന്തിക്കോസുകാർ. ഒരു വിഷയം ഉണ്ടായി, അതിന് ദൈവത്തിന്റെ ഹിതമല്ല, പക്ഷെ നമുക്കത് കിട്ടണമെങ്കിൽ ആദ്യം ഒരു സായാഹ്ന ധർണ. പാസ്റ്റർ, വ്യാഴാഴ്ച വൈകിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന, സായാഹ്ന ധർണയാണ്. അപ്പോൾ ചിലടത്ത് സാക്ഷ്യത്തിന് സമയം കൊടുത്താൽ എഴുന്നേറ്റ് ഇങ്ങനെ കറങ്ങി പറയുന്ന കാണാം. ദൈവനാമത്തിന് മഹത്വം. ഹാലേ. സായാഹ്ന ധർണ നടക്കുക. സായാഹ്ന ധർണ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ പാസ്റ്ററോട് പറയും അടുത്ത വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന സൂചനാ പണിമുടക്ക്. സൂചനാ പണിമുടക്ക് കൊണ്ട് കാര്യം നടന്നില്ലെങ്കിൽ പറയും പാസ്റ്ററെ എന്നാ അടുത്ത മാസം ആദ്യത്തെ വ്യാഴം വെള്ളി ശനി ഞങ്ങളുടെ വീട്ടിൽ 3 ദിവസം നിരാഹാരം. അതുകൊണ്ട് വേക്കുന്നില്ലെങ്കിൽ പറയും പാസ്റ്ററെ ഞങ്ങൾ കുടുംബമായിട്ട് ചില ദിവസങ്ങൾ ഇരിക്കുക, രണ്ടിലൊന്നറിയാതെ നിങ്ങളും വരണം. ഞങ്ങൾ ചില ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ആൾക്കാരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടും ഉണ്ട്. ചൊല്ലിയടിക്കുന്ന തങ്കമ്മ, ചുറ്റിയടിക്കുന്ന മറിയാമ്മ, പൽസിച്ച് പുറത്താക്കുന്ന ബേബി, തകടെടുക്കുന്ന തങ്കച്ചൻ,
അങ്ങനെയൊക്കെ ഉണ്ട്. തകിട് സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഉണ്ട്. പുള്ളി കൊണ്ടുവരുന്ന തകിടാണ്. വെള്ളം മാത്രം പ്രാർത്ഥിച്ചു തരുന്ന അവറാച്ചൻ, ഉപ്പ് പ്രാർത്ഥിക്കുന്ന കറിയാച്ചൻ. എന്നാ പിന്നെ അങ്ങ് പലചരക്ക് കട തുടങ്ങരുതോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇവരെല്ലാം വിളിച്ച് ഏതാ വിഷയത്തിനെ ഒടുവിൽ കഞ്ഞിയും വെള്ളവും കുടിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിരിക്കുക. ദൈവത്തിന് മനസ്സിലാകും, ദൈവമേ തട്ടിപ്പോയാൽ എൻ്റെ നാമവും കൂടെ ദൂഷിക്കും, ഈ മാരണം കാരണം. അവസാനം അതിനങ്ങ് പരിഹാരം ഉണ്ടാക്കും. ഉടനെ ഞായറാഴ്ച വന്ന് പറയും, ഞങ്ങൾ ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് 21 ഇരുന്നു. ആ ദിവസങ്ങളിൽ തന്നെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ദൈവത്തിന് മഹത്വം. ഞങ്ങൾ ഉപദേശമാരും പറയും, കർത്താവ് കൊടുത്ത വിടുതലിനായി കരമുയർത്തി സ്തുതിച്ചാട്ടെ, ശക്തിയോടെ പോരാ, ഒരിക്കൽ കൂടെ എല്ലാവരും ഇളകും. അപ്പൊ ഇതിൽ പലതും ദൈവഹിതമല്ല, പിന്നെയോ നിർബന്ധിത ദൈവഹിതമാണ്. വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ദൈവമക്കളോട് പറയാം, പുതിയ നിയമ വിശ്വാസികളാകുന്ന നമുക്ക് പ്രാർത്ഥിക്കാനുള്ള വ്യവസ്ഥ ഇതാ. കർത്താവേ, അങ്ങയ്ക്ക് തിരിഹിതമാണെങ്കിൽ, അങ്ങയ്ക്ക് ഇഷ്ടമാണെങ്കിൽ, അങ്ങ് അനുവദിക്കുന്നെങ്കിൽ അത് നടക്കട്ടെ. ഇതല്ലാതെ വേറൊരു വ്യവസ്ഥയില്ല. ഓടിച്ചിട്ട് മേടിക്കാനും പിടിച്ചു മേടിക്കാനും വഴി തടഞ്ഞു മേടിക്കാനും ഒന്നും. സ്തോത്രം, സ്തോത്രം. ചില പറഞ്ഞ പിടിച്ചു മേടിക്കരുതേ, പരുവക്കേടാകും. ആ ഭാഗത്തേക്ക് വരാം. അപ്പോൾ നിർബന്ധിത ദൈവഹിതം അത് പാടില്ല. അവിടുത്തെ ഹിതം മാത്രമേ നടക്കാവൂ. ഈ വിഷയം തെളിയിക്കാൻ ഞാൻ 1-2 സംഭവങ്ങൾ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് ചിന്തിപ്പാനാ കർത്താവ് ശരണപ്പെടുന്നത്. നിർബന്ധിത ദൈവഹിതം. നിങ്ങൾ ഈ പലരും വചനത്തിൽ നല്ല ഇഷ്ടമുള്ളവരാ, വചനഗ്രാഹ്യമുള്ളവരാ. അപ്പൊ നിർബന്ധിത ദൈവഹിതത്തെ സംബന്ധിച്ച് ഒരു കാര്യം. ഒന്ന്, നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കൾ കനാൻ ദേശം ഒറ്റുനോക്കാൻ കടന്നുപോയി. എത്ര പേരാ പോയത്? നിങ്ങളാരും ഇല്ലായിരുന്നെന്നുള്ളത് എനിക്കറിയാം. എങ്കിലും എത്ര പേരാണെന്ന് പുസ്തകത്തിൽ വാക്യമുണ്ട്. പാസ്റ്ററെ, എത്ര പേര് പോയാലും ഞങ്ങൾക്ക് യാതൊരു എതിരും ഇല്ല. ആട്ടെ, നല്ല ആൾക്കാര്. അപ്പൊ കനാൻ ദേശം ഒറ്റുനോക്കാൻ ആൾക്കാരെ വിട്ടു. എത്ര പേര് പോയി? 12 പേരാ പോയത്. ആ 12 പേരുടെ യോഗ്യത എന്തായിരുന്നു? അവരുടെ യോഗ്യത അവിടെ എഴുതിയിരിക്കുന്നത് അവരെല്ലാരും പ്രഭുക്കന്മാരായിരിക്കണം. വായിച്ചേ, സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-2 തിരുവെഴുത്തുകൾ. ചടിയടാന്ന് വായിക്കേ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ അയക്കണം. അവരെല്ലാരും പ്രഭുക്കന്മാരായിരിക്കണം. അടുത്തത്, അങ്ങനെ മോശ യഹോവയുടെ കൽപ്പന പ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ മക്കളിൽ തലവന്മാരായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് പ്രഭുക്കന്മാരായിരുന്നു, തലവന്മാരായിരുന്നു. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തർ. അങ്ങനല്ലയോ? അതത് ഗോത്രത്തിൽ നിന്ന്. നിങ്ങളെല്ലാവരും ഉറങ്ങുകയാണോ അതോ ഈ യോഗം എങ്ങനെയും വല്ലാതാകണമെന്ന് കുഴയണമെന്ന് ചിന്തിച്ചിരിക്കുകയാണോ അതോ ഈ യോഗം ഞാൻ ഉഴപ്പിയച്ചേ പോവുള്ളൂ? അല്ല, ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇത് ഉഴപ്പാവുന്നതിൻ്റെ പരമാവധി ഈ സ്റ്റേജിലിരുന്ന് ഞാൻ ഉഴപ്പിയച്ചേ. ഒന്നുകൂടെ വായിച്ചേ. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. അപ്പോൾ മോശ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ സെലക്ട് ചെയ്ത് കനാൻ ദേശം ഒറ്റുനോക്കാൻ ആൾക്കാരെ അയച്ചു. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക,
കനാൻ ദേശം എന്ന് പറഞ്ഞ ഏറ്റവും സുന്ദരമായ സുരബലമായ നല്ല ദേശമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാം ദേശത്തിന്റെ വിശേഷത. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് വായിച്ചേ. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ട് ചടികടാന്ന് വായിരേ. നിങ്ങൾ ദൈവദാസന്മാരും സഹോദരന്മാരും ഒന്ന് വായിച്ച് സഹായിക്കുക. ചടികടാന്ന്. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തെ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയ്ക്കും മലകിന്നും പുറപ്പെടുന്ന നീരെടുക്കലും ഉടവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരി അത്തി മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമരം വെട്ടിയെടുക്കുന്നതുമായ ദേശം നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഞാന് അഹങ്കാരം കൊണ്ട് പറയുന്നതാണ്, ധരിക്കരുത്, ക്ഷമിക്കുക. നിങ്ങളെ ഇകഴ്ത്താനും വേണ്ടി പറയുന്നതാണെന്ന് ഓർക്കരുത്, ക്ഷമിക്കുക. കൃപയിൽ ശരണപ്പെട്ട് പറയുക, ഞാൻ സംസാരിക്കുന്ന വിഷയത്തിലെ വാക്യങ്ങളും എല്ലാം ഏറെക്കുറെ എനിക്ക് തിട്ടമാണ്. വേദപുസ്തകം എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എന്നാൽ ഞാൻ സംസാരിക്കുന്ന ഭാഗത്തിലെ വാക്യങ്ങളൊക്കെ ഏറെക്കുറെ എനിക്ക് തിട്ടമാണ്. പിന്നെ ഇത് വായിക്കുന്നതും വായിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാവരും ഈ ശുശ്രൂഷയിൽ നിന്ന് ഭാഗവക്കാകുകയും തന്നെയല്ല ഇത് വായിക്കുന്നവനും വായിപ്പിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും ഭാഗ്യമുള്ളവനാണെന്ന് ആ പുസ്തകത്തിൽ. നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എൻ്റെ പാസ്റ്റർ എന്നെപ്പോലൊരു ഭാഗ്യദോഷി ഈ ലോകത്തിൽ ഇല്ല, എന്നാ ഇന്ന് രാത്രി കുറെ ഭാഗ്യം വരട്ടെ എന്നോർത്തും കൂടെ ഈ വായിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പം അത്ര അറിഞ്ഞാൽ മതി. നിങ്ങൾ പറയാ ഇനി എന്നാ ഭാഗ്യം, ഉള്ള ഭാഗ്യമൊക്കെ മതി. അങ്ങനെ ആണെങ്കിൽ രക്ഷപ്പെടുകയല്ല. പരമുടും ജണ്ട ശക്തരില്ല, പ്രാപ്തി തോന്നും യോഗ്യതില്ല. പരമുടു ജണ്ട ശക്തരില്ല, പ്രാപ്തി തോന്നും യോഗ്യതില്ല. പാർക്കിൽ കുലശ്രേഷ്ഠരല്ല, പഠിച്ചൊടിത്ത് തന്നെ നിജുമതിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിതയ പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. അതെ, അപ്പൊ വാക്യങ്ങള് ചടികടാന്ന് ഒന്ന് വായിച്ചു തന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ദൈവത്തിന് മഹത്വം. ഇനി എനിക്ക് ഒരു കുഴപ്പം, ഇത് താമസിച്ചെന്ന് തോന്നുന്നത് തിരുവല്ല ഞങ്ങളുടെ ഹെബ്രോൻ ചർച്ചിലെ വാക്യം പറഞ്ഞ അന്നേരം വായിക്കാം. നമുക്ക് തോന്നുന്നു വാശിക്ക് വായിക്കുകയാണ്. അപ്പൊ അത് കേട്ടും ശീലിച്ചത് കൊണ്ട് ഇപ്പോൾ അല്പം താമസം വരുമ്പോൾ എനിക്ക് അങ്ങ് തോന്നുന്നതായിരിക്കാം.
പണ്ടൊരു വല്യപ്പൻ പറഞ്ഞ പോലെ കോടതിയുടെ മുഴക്കം കൊണ്ടാണോ മജിസ്ട്രേറ്റിന്റെ വായി പല്ലില്ലാത്ത കൊണ്ടാണോ എനിക്കെല്ലാം കുളുകുളാന്നാ തിരിഞ്ഞെന്ന്. ആട്ടെ, അങ്ങനെയാകാം. അപ്പൊ നല്ലൊരു ദേശത്തേക്ക് ആ ദൈവം നമ്മെ കൊണ്ടുപോകും. അവിടെ ആരാ നിങ്ങളെല്ലാം വെളിയിലോട്ട് നോക്കി നിൽക്കുന്നത്? ആരാ ഇങ്ങനെ കാണിക്കുന്നത്? അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നതാണ് ചുമ്മാ. അപ്പൊ ശ്രദ്ധിച്ചേ, നല്ലൊരു ദേശത്തേക്ക് ആ ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. ആ ദേശം ഒത്തു നോക്കാനാണ് അതത് ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ അയച്ചത്. അവരെല്ലാം പ്രഭുക്കന്മാരാണ്. ഓമനമാമേനെ വെളിയിൽ കൂടെ കിടന്ന് കറങ്ങുന്നേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഒച്ച ഇവിടെ പോയി, അതിനെ എവിടെങ്ങാനും ഇരുത്തത്. അവനാന്ന് അവളെയായിട്ട് ഓടിയത്. എടാ, ഇവനാ പ്രശ്നക്കാരൻ. അപ്പൊ ശ്രദ്ധിച്ചേ, നല്ലൊരു ദേശത്തേക്ക് ആ ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. ആ ദേശത്തിന്റെ വിശേഷതയാ വായിച്ചത്. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. ആവർത്തന 8:7. അത് താഴ്വരയിൽ മലയിൽ പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിയും അത്തിയും മാതളവും ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. അപ്പൊ നല്ലൊരു ദേശത്തേക്ക് ആ ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. ഇതുപോലെ ഒരു നല്ല ദേശം വേറെ ഇല്ല. പുറപ്പാട് 3:7 പാലും തേനും ഒഴുകുന്ന ദേശം. സ്തോത്രം, സ്തോത്രം. ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്തേക്കാണ് എന്നെ നിന്നെ ദൈവം കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആട്ടെ, അപ്പൊ ഈ ദേശം ഒത്തു നോക്കാൻ ആൾക്കാരെ വിട്ടു. അതാണ് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ യഹോവ പിന്നെയും മോശയോട് ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കണം. ഇങ്ങോട്ട് വായിച്ച്, അങ്ങോട്ട് നോക്കിയാൽ വായിച്ച ആൾക്കാരോടും കൂടെ ചോദിക്കാം. ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കണം. ആരോട് പറഞ്ഞു? ചോദ്യം. വായിച്ച ആളിനോട് ആദ്യം പറഞ്ഞോ. ശരിയാ, ദൈവം മോശയോട് പറഞ്ഞു. അപ്പൊ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു. ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ എന്റെ കൂടെ നിൽക്കണേ. എനിക്ക് നിർബന്ധമായ കാര്യമാണ്, യോഗത്തിന് വന്നാൽ അച്ചടക്കത്തോടിരുന്ന് യോഗത്തിന് ശ്രദ്ധിക്കണം. അതിനിടയ്ക്ക് വർത്താനം പറയും, അങ്ങോട്ടോടുക ഇങ്ങോട്ടോടുക. ഞാൻ അന്നേരം പറയും, ഏത് പൊന്നുമോനാന്തേലും പറയും. പിന്നത്തെ കാര്യം പിന്നെ അവിടെ തിരുവല്ല ചർച്ചിലൊന്നും അനങ്ങാൻ അനുവദിക്കുകയത്. അവിടെ വന്നിരുന്ന അങ്ങനെയുള്ള ബിസിനസ് ഉള്ളവരാരും യോഗത്തിന് വരരുത്. അവരൊക്കെ വേറെ സ്ഥലത്ത് പോകണം. നടത്തിപ്പുകാരുണ്ട്. ഇപ്പൊ പാസ്റ്റർക്ക് പോകാം, അദ്ദേഹം ഒരു നടത്തിപ്പുകാരനായതുകൊണ്ട്. അല്ലാത്തവരെല്ലാം യോഗത്തിന് ഇരിക്കണം. ഇന്ദിരാഗാന്ധി ഒന്നും അല്ലല്ലോ യോഗത്തിന് വന്നിരിക്കുന്നത്. ആകെ 2-3 മണിക്കൂറാണ്. അത് ഏകാഗ്രതയോടും ഭക്തിയോടും തങ്ങൾ ഏകാഗ്രചിത്തന്മാർക്ക് വേണ്ടി, അങ്ങനെ അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്നത്. സ്തോത്രം. നിങ്ങളൊരു കോടതി ചെന്നാൽ ഇങ്ങനെ ഇരിക്കുവോ? കാശ് കൊടുത്ത് രൂപാട് വരും കോടതിയെ. കോടതി ചെന്ന, അയ്യോ ഞാൻ കോടതിയാന്ന് അറിഞ്ഞില്ല, പിന്നെ കാളച്ചന്തയാന്ന് അറിഞ്ഞ, നല്ല ചിട്ടയോടെ വേണം. ഞാൻ ഞങ്ങളുടെ തിരുവല്ലായി സഭ പറയും, ഗുണമാകാനാന്ന് നീ ഇവിടെ വന്നാൽ മതി, നീ അച്ഛനകത്തിട്ട് വാർത്തായിരിക്കും വെളിയിലോട്ടിറക്കുന്നത്. സ്തോത്രം.
അതിന്റെ കാരണവും കൂടെ പറയാം. സഭ വിട്ടുപോകുവോ എവിടെയെങ്കിലും പോക്കോ, പക്ഷെ ചെല്ലുന്നിടത്ത് നന്നാകണം. എവിടെ ചെന്നാലും ആ കാര്യത്തിലൊക്കെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന TPM-കാരെ. ഒന്ന് പോയി നോക്കണം അവരുടെ യോഗത്തിന്. ഒരു കുഞ്ഞുങ്ങള് നല്ല എന്താ ചിട്ടേല, വല്ലപ്പോഴും ഒന്ന് പോയി നോക്ക, പോയി ഒന്ന് കൂടുന്ന നല്ലതാ. നല്ല ചിട്ടേലാ പോകുന്നത്. സ്തോത്രം ചെയ്യാന്ന് മാത്രമേ പറയുള്ളൂ. അവിടുത്തെ പാസ്റ്റർമാരും മസിൽ പിടിക്കല. ഹല്ലേലൂയ സ്തുതിച്ചാട്ടെ. നമ്മളിവിടെ കിടന്ന് ഇങ്ങനെ ബില്ല് വളയം പോലെ ഹല്ലേലൂയ ഒരിക്കൽ കൂടി അവിടെ ഇത്ര പറയുള്ളൂ. സ്തോത്രം ചെയ്യാം കടലരച്ച് വരുന്നത് പോലെ. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ 7 ഗ്ലാസ് വെള്ളവും കുടിച്ച് പെമ്പളോട് പറഞ്ഞു അകവും പുറം കൂടെ അടച്ച് തിരുമ് തങ്കമ്മേ, കാരണം നിന്ന് ബില്ലിയ. ആട്ടെ, ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റ നോക്കേണ്ടതിന് ആളുകളെ അയക്കാം. അപ്പം ആരോട് പറഞ്ഞു? ദൈവം മോശയോട് പറഞ്ഞു. ദൈവം പറഞ്ഞതാ, യഹോവയായ ദൈവമാ പറഞ്ഞത്. കനാൻ ദേശം ഒത്തു നോക്കാൻ ആൾക്കാരെ വിടാൻ. എന്റെ ചോദ്യം വായിച്ച ആളിനോട്, നിങ്ങളോട് രണ്ടുപേരോടും ആദ്യം, ദൈവം തമ്പുരാനാ മോശയോട് പറഞ്ഞത് ഞാൻ അവർക്ക് കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒത്തു നോക്കേണ്ടതിന് ആളുകളെ അയക്കാൻ. ദൈവം പറഞ്ഞു. ദൈവഹിതമായിരുന്നു. ഗുണമാന്തേലും ദോഷമാന്തേലും ഉറക്കെ പറ. ദൈവമല്ലേ പറഞ്ഞേ കനാൻ ദേശം ഒത്തു നോക്കാൻ ആൾക്കാരെ വിടാൻ? ദൈവം പറഞ്ഞതല്ലേ? അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? യഹോവ പറഞ്ഞതല്ലേ? ദൈവമാ മോശയോട് പറഞ്ഞത് ദേശം ഒത്തു നോക്കാൻ ആൾക്കാരെ വിടാൻ. എന്റെ ചോദ്യം, ഇത് ദൈവഹിതമായിരുന്നോ? അല്ല. അപ്പൊ ചോദ്യം, ഇവിടെ ദൈവമല്ലേ പറഞ്ഞേ? അതെ. പിന്നെ ദൈവഹിതമല്ലേ? അല്ല. അതന്നെ അങ്ങനെ. ഇവിടെ ഇത് വിരോധാഭാസമാണല്ലോ. മലയാളത്തിൽ അങ്ങനെ ഉണ്ട്, നമ്മൾ പഠിക്കുമ്പോ ഇല്ലയോ? വിരോധം തോന്നുമാറുക്തി വിരോധാഭാസമായിടും സ്വൈര്യം മൃഗങ്ങൾ വാഴുന്നു പരാരാധനമെന്നിയെ. പണ്ട് പഠിച്ചതാ വിരോധാഭാസം. ദൈവമാ പറഞ്ഞ കനാൻ ദേശം ഒത്തു നോക്കാൻ ആൾക്കാരെ വിടാൻ മോശയോട്. മോശ 12 പേരെ തെരഞ്ഞെടുത്ത് അയച്ചു. ഇത് ദൈവഹിതമാണോ? അല്ല. ഇവിടെ ഈ ദൈവമല്ലേ പറഞ്ഞേ? അതെ. പിന്നെ ദൈവഹിതമല്ലേ? അല്ല. അതിനാ ഇതൊക്കെ നിർബന്ധിത ദൈവഹിതമാണ്. തെളിവ് തരാം, വചനത്തിൽ നിന്ന് തരാം. വചനത്തിൽ നിന്ന് തരുന്നതിന് മുന്നേ ഉദാഹരണം തന്നേച്ച് വചനത്തിൽ നിന്ന് തരാം. കർത്താവ് അങ്ങനെ ആണല്ലോ ചില കാര്യങ്ങൾ പറഞ്ഞത്, ഉപമകളിൽ കൂടി. ഉദാഹരണം, ഇപ്പൊ ഉദാഹരണം സ്റ്റേജ് ഇരിക്കുന്നവരോട് ചോദിച്ചേക്കാം, പാസ്റ്റർക്ക് മോളോ മോനോ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. മോളുണ്ടോ? ഞാൻ ഇനിയും പറയുന്ന പാസ്റ്ററുടെ കാര്യമല്ല, എൻ്റെ കൂടെ നിൽക്കണം, യോജിക്കണം. ഞാൻ പാസ്റ്ററെ ഇകഴ്ത്തി പറയാൻ പോവല്ല, ഒരു വിഷയം തെളിയിക്കാൻ വേണ്ടി എന്നെ ഒന്ന് സഹായിക്കണം. മോൾക്ക് എന്തോ പ്രായമുണ്ട്? 23. കല്യാണം കഴിഞ്ഞോ? ഇല്ല. പഠിച്ചോണ്ടിരിക്കുകയാണോ? എന്തോ പഠിക്കുന്നു? ആട്ടെ, ബിരുദാനന്തര ബിരുദം. ആട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ ഉദാഹരണമാണ് പറയാൻ പോകുന്നത്, ക്ഷമിക്കണേ. ആരെയും കുരുക്കൊപ്പിച്ച് അതിനകത്ത് നിന്ന് വീടരുതേ. ഉദാഹരണം പറയാം. അദ്ദേഹത്തിന്റെ മകളെ, മോളെ ഇദ്ദേഹം പഠിപ്പിക്കാനായിട്ട് ബാംഗ്ലൂർ വിട്ടു. ഉദാഹരണമാണ്. അപ്പൊ മോൾ അവിടെ പോയി പഠിച്ചു. ഉദാഹരണമാണ്. ആ പഠിത്തത്തിൽ ഒരു പയ്യനുമായിട്ട് അടുപ്പവും തോന്നിയെന്ന് വിചാരിക്കുക. ഉദാഹരണമായി പറയുന്നത്.
അവസാനം ഈ മാന്യ കർത്തൃദാസൻ ആ പെൺകുട്ടിക്ക് പല വിവാഹാലോചന കൊണ്ടുവരിക, അതെല്ലാം തട്ടിക്കളയുക. ഇപ്പം വേണ്ട, ഇനി എനിക്ക് പഠിക്കാനുണ്ട്, താല്പര്യമില്ല, വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തട്ടിക്കളയുക. ഇനി അദ്ദേഹത്തിന്റെ മോളോ ആരുടെയും വായിക്കും. ഉദാഹരണം, നല്ല നല്ല ആലോചന വന്നിട്ടെല്ലാം എവളത് തട്ടിക്കളയുക. അപ്പോൾ ഈ കർത്തദാസനോ അല്ലേ വേറൊരു പിതാവോ സ്നേഹിച്ച് പറഞ്ഞു, ഇണങ്ങി പറഞ്ഞു, പിണങ്ങി പറഞ്ഞു, ക്ഷോഭിച്ച് പറഞ്ഞു, കോപിച്ച് പറഞ്ഞു, ശാസിച്ച് പറഞ്ഞു, ക്ഷാമം ഭേദം തണ്ണമെന്നൊക്കെ ഉണ്ടല്ലോ, പല നിലകളിൽ പറഞ്ഞിട്ടും 8ക്ക് 7ക്കും എവൾ അടുക്കുന്നില്ല. ഉദാഹരണമാണേ. ഉടനെ അമ്മ ചെന്ന് പറഞ്ഞു, എടി നിന്റെ ഹൃദയത്തിൽ എന്തേലും കൊണ്ട് എന്നോട് അങ്ങ് തുറന്ന് പറ. എന്നിട്ടും പറയുന്നില്ല. അങ്ങനെ ആകുമ്പം അമ്മയുടെ അനിയത്തിയോട് ചെന്ന് പറയും, കുഞ്ഞന്നാമ്മേ, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അവള് അമ്പിലും വില്ലിലും എന്ത് നല്ല കല്യാണ ആലോചന വന്നത്, അവൾ അടുക്കുന്നില്ല. കാനഡക്കാരൻ വന്നു, ന്യൂസിലൻഡിൽ നിന്ന് ഒരാൾ വന്നു, കാലിഫോർണിയയിൽ നിന്ന് 2 ആലോചന വന്നു, ഫിൻലാൻഡിൽ നിന്ന് ഒരുത്തം വന്നു, അധികം വെട്ടമില്ലെങ്കിൽ. എന്ത് ചെയ്തിട്ട് അവള് അടുക്കുന്നില്ല എന്ന് കുഞ്ഞനാമ്മ അവളോടൊന്ന് ചോദിയിരു. ഇനി എന്താ? കുഞ്ഞനാമ്മ ഉടനെ പറഞ്ഞ്, എടി ബ്ലസ്സി, ഞാൻ നിന്റെ അമ്മയുടെ അനിയത്തി ആണെങ്കിലും നമ്മൾ കൂട്ടുകാരെ പോലെ എന്തേലും ഉണ്ടെ അങ്ങ് തുറന്ന് പറ. അപ്പൊ കുഞ്ഞനാമ്മ നന്നായിട്ട് കിടഞ്ഞു. കുഞ്ഞനാമ്മയ്ക്ക് ഇതിന്റെ വകുപ്പ് അറിയാം. അപ്പൊ കുഞ്ഞനാമ്മ നന്നായിട്ട് കിടഞ്ഞപ്പം എവള് പറയാ, കുഞ്ഞനാമ്മേ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പയ്യനുമായിട്ട് എനിക്ക്, ഉദാഹരണമായി പറഞ്ഞ, അടുപ്പമുണ്ട്. എന്നാ പിന്നെ നീ ഇതങ്ങ് പറഞ്ഞാ പോരായിരുന്നു, മനുഷ്യനെ എല്ലാം ഇട്ട് കുഴയ്ക്കുന്നേ. ഉടനെ കുഞ്ഞനാമ്മ വെച്ച്, എവിടാ അവന്റെ വീട്? അവന്റെ വീട് വെട്ടിയാറ്. അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ, അവന്റെ വീട് വെട്ടിയാറ്. എന്തുവാടി അവന്റെ പേര്? അവന്റെ പേര് ഡാനി ജോസഫ്. ഡാനി ക്രിസ്ത്യാനിയാ അല്ലേ? അവൻ പെന്തിക്കോസുകാരനാണ്. പിന്നെ അവര് ഓർത്തഡോക്സ്. അയ്യോ അയ്യോ, നമുക്കത് പറ്റത്തില്ല മോളെ. നിന്റെ അപ്പൻ സഭയുടെ സെക്രട്ടറി, അമ്മ ഡിസ്ട്രിക്റ്റിന്റെ ഓർഗനൈസർ, ലേഡീസിന്റെ LM-ന്റെ. നിന്റെ അമ്മയുടെ അനിയത്തിയാകുന്ന ഞാൻ സെന്ററിന്റെ സോദരി സമാജത്തിന്റെ പ്രസിഡന്റ്. നമ്മുടെ അപ്പച്ചനാ ഈ സഭ തുടങ്ങിയത്. നമുക്കത് പറ്റത്തില്ല. ഉടനെ അവള്, ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ ഡാനി ജോസഫിനെ, ഇവൾ അങ്ങ് കടമ്പിടുത്തം പിടിക്കുക. അപ്പൊ സ്നേഹിച്ചു വേണമെങ്കിൽ പിണങ്ങി എല്ലാം പറഞ്ഞിട്ട് ഇവള് അമ്പിലും മില്ലിലും അടുക്കുന്നില്ല. അവസാനം കുഴഞ്ഞു കഴിയുമ്പം കുടുംബത്തെ പ്രായമുള്ള കാരണവന്മാരുണ്ട് പറയും. ഉദാഹരണമാണ്, ബേച്ചാ ഒരു കാര്യം ചെയ്യുക, അവൾ ഈ വിധത്തിൽ നിൽക്കുന്നെങ്കിൽ ഒരു കാര്യം ചെയ്തോ, പാസ്റ്ററോടൊന്ന് സൂചിപ്പിച്ചോ, അല്ലെങ്കിൽ സഭയിൽ ആരോടെങ്കിലും പറഞ്ഞു കല്യാണം നടത്തി കൊടുക്ക്. ഇവളെന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ ഒന്നേ ഇറങ്ങിപ്പോയി, അല്ലെ തൂങ്ങിച്ചാകുക, അല്ലെ അവനുമായിട്ട് ഓടിപ്പോവുക, അല്ലെ എന്തേലും കടുങ്കൈ ചെയ്താൽ നമുക്ക് ആർക്കും പിന്നെ വെളിയിലിറങ്ങി നടക്കാൻ പറ്റില്ല. അവന്റെ കാര്യം ചെയ്തു, കല്യാണം അങ്ങ് നടത്തി കൊടുക്ക്. അത്യാവശ്യം ആരെങ്കിലും പോയി നടത്ത്. അപ്പൊ അങ്ങനെ ആ വിവാഹം ചിലപ്പോൾ നടന്നെന്ന് വരാം. ബുദ്ധിയുള്ളവരങ്ങനെ ചെയ്യുന്ന നല്ലതാ. ഇപ്പോഴത്തെ കാലമല്ലേ, എനിക്കതും ഗുണമല്ലാത്തത് കൊണ്ടേ ബുദ്ധിയോടെ. അപ്പൊ അങ്ങനെ നടത്തുമ്പോ ചിലപ്പോ ആ കല്യാണം നടന്നു വരാം. അപ്പൊ എന്റെ ചോദ്യം, അങ്ങനെ ആ കല്യാണം ചിലപ്പോൾ നടത്തും, ആഘോഷമായിട്ടും വളരെ ഇതൊക്കെ ആയിട്ട് ആ നിലയിൽ നടത്തും. പക്ഷെ അത് ഇപ്പൊ ഉദാഹരണമാണ് പറഞ്ഞേ, ദൈവദാസന്റെ ഇഷ്ടത്തോടാണോ? അല്ല എങ്കിൽ നടന്നേ എന്ന് പറഞ്ഞ പോലുള്ളതാണ് കനാൻ ദേശം ഒത്തു നോക്കാൻ പോയത്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞാൽ നടത്തിക്കോളാൻ പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ പൂർണ്ണ മനസ്സോടെ അല്ല എന്ന് പറഞ്ഞതുപോലാണ് കനാൻ ദേശം ഒത്തു നോക്കാൻ ആൾക്കാരെ വിട്ടത്. അതിന് ഇനി തെളിവ് തരാം. വായിച്ചേ, ഒന്നുകൂടെ ആ വാക്യം വായിക്കാൻ അന്നേരം ക്ലിയർ ആകും. വായിച്ചേ, 13 ഒന്ന് ക്ലിയർ ആയിട്ട് വായിച്ചേ. യഹോവ പിന്നെയും മോശയോട്, അവിടെ അതിന്റെ ആൻസർ. അതാ, യഹോവ പിന്നെയും മോശയോട് പറഞ്ഞു. അപ്പൊ മുന്നേ ഏതാണ്ട് പറഞ്ഞു.
മുന്നേ ചില കാര്യം പറഞ്ഞു, അതനുസരിക്കാതെ വഴിപ്പെടാതെ കടുംപിടുത്തം പിടിച്ച് ഇഷ്ടത്തിന് പോയപ്പോ തമ്പുരാൻ പിന്നെ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. മനസ്സിലായോ? അനീഷ് കാവാലം പിന്നെയും വന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? അനീഷ് കാവാലം പിന്നെ വന്നെന്ന്. അപ്പൊ മുന്നേ വന്നല്ലോ. യഹോവ പിന്നെയും മോശയോട്. അപ്പൊ യഹോവ മുന്നേ എന്തോ പറഞ്ഞു. ദൈവം തമ്പുരാൻ മുന്നേ പറഞ്ഞ കാര്യം അനുസരിക്കാതെ വഴിപ്പെടാതെ കീഴ്പ്പെടാതെ വിധേയപ്പെടാതെ അവൻ അതിനോട് അനുകൂലപ്പെടാതിരുന്നപ്പോൾ ദൈവം തമ്പുരാൻ പിന്നെ പറഞ്ഞു ദേശം ഒറ്റ നോക്കാൻ പറഞ്ഞു. ഇനി ഞാൻ പറയുന്ന വാക്യം ശ്രദ്ധിച്ച് സ്ഫുടമായിട്ട് വായിച്ചു തരണം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള തിരുവെടുത്ത് വായിച്ച്. ആവർത്തന 1-ാം. നിങ്ങളെല്ലാരും ഇങ്ങോട്ട് നോക്കിക്കോ, എന്നെ നോക്ക. കാണാനൊന്നും വലിയ ചെതവില്ല, എന്നാലും എന്നെ നോക്ക. ഇവര് വായിച്ചു തരട്ടെ. ആവർത്തന 1-ാം അധ്യായത്തിന്റെ 19 മുതൽ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, സൂക്ഷിച്ച് ശ്രദ്ധിച്ച്. കാരണം വിഷയം തെളിയിക്കണമെങ്കിൽ അതെല്ലാം ഒരു കുത്തിനും പോയി അത് കോമയ്ക്കും ഒക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ടാ ഒന്നുകൂടെ വായിച്ചു. പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നാം ഹോരേബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ട ഭയങ്കരവും അമോര്യരുടെ മലനാട്ടിലേക്കുള്ള വഴിയായി സഞ്ചരിച്ച് കാദേശ് ബർനയിലെത്തി. അടുത്തത്. അപ്പോൾ ഞാൻ നിങ്ങളോട്, ഇങ്ങോട്ട് നോക്കി എല്ലാരും ഇങ്ങോട്ട്. നിങ്ങളെല്ലാം കമന്ന് കിടന്നാ പിന്നെ ഞാൻ ആരോട് പറയാൻ? ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. അപ്പോൾ ഇവര് കാദേശ് ബർനയിൽ വന്നു. അപ്പൊ കാദേശ് ബർനയിൽ വന്നപ്പോൾ കാദേശ് ബർനയിൽ വന്നു. അടുത്ത വാക്യം വായിച്ചേ. അപ്പോൾ ഞാൻ നിങ്ങളോട്, ഇസ്രായേൽ മക്കളോട് പറയാ, മോശ നമ്മളെല്ലാം കൂടെ യാത്ര ചെയ്ത് ഹോരേബിൽ നിന്ന് പ്രയാണം ചെയ്ത് മരുഭൂമി താണ്ടി, ഭയങ്കരവും ഭയാനകവുമായ മരുഭൂമി താണ്ടി നമ്മൾ കാദേശ് ബർനയിൽ വന്നു. കാദേശ് ബർനയിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമ്മോന്യരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നുവല്ലോ. അടുത്തത് ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം എന്ന് പറഞ്ഞ് ഇവിടെ നിന്നുകൊണ്ട് ചൂണ്ടിക്കാണിക്കണ്ട. കാണുന്ന ദേശം കണ്ടോ? അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ കണ്ട ആ ദേശം ഏതാ? പാലും തേനും ഒഴുകുന്ന സുന്ദര സുരബലമായ ദേശം. ആ നല്ല ദേശം, ഫലപുഷ്ടമായ ദേശം, പാലുള്ള ദേശം, തേനുള്ള ദേശം, ഗോതമ്പുള്ള ദേശം, യവമുള്ള ദേശം, ആമൻ അത് മുന്തിരിയുള്ള ദേശം, ആമന് ഒലിവൃക്ഷമുള്ള ദേശം, ഫലമുള്ള ദേശം. ആ ദേശം കാദേശം കാണിക്കാം. ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അടുത്തത് നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ അരുളി ചെയ്തതുപോലെ. പുറപ്പാട് 3:7. ഉൽപ്പത്തി പുസ്തകം 12, ഉൽപ്പത്തി 13. അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കണം. ഇത് ആലോചന, ഇത് ദൈവഹിതമാണ്. കണ്ടോ? ആ ദേശം കണ്ടോ? ആ ദേശം നിനക്ക് തരാൻ പോകുകയാ. നിങ്ങളുടെ പിതാക്കന്മാർ അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് അരുളി ചെയ്ത ദേശമാണ്. നിങ്ങൾ ചഞ്ചലിക്കരുത്, പേടിക്കരുത്, ചെന്ന് കൈവശമാക്കുക. അടുത്തത് നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക, ഭയപ്പെടരുത്. ഇസ്രായേലിന്റെ ദൂത് പറയുകയാ, അല്ലയോ ഇസ്രായേലേ, ചെന്ന് കൈവശമാക്കണം, ഭയപ്പെടരുത്, ധൈര്യപ്പെടരുത്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നോക്കിയേ, എന്റെ കൂടെ നിന്ന് വായിക്കണേ. സ്തോത്രം. ഇസ്രായേലിനോട് ദൈവം പറയുക മോശ മുഖാന്തരം, അല്ലയോ ഇസ്രായേലേ, നമ്മൾ ഹോരേബിൽ നിന്ന് യാത്ര ചെയ്ത് കാദേശ് ബർനയിൽ വന്നിരിക്കുന്നു. ഈ കാദേശ് ബർനയിൽ വെച്ച് നിങ്ങളോട് പറയാണ്ട് ആ ദേശം കണ്ടോ? ചെന്ന് കൈവശമാക്കണം, പാലും തേനും ഒഴുകുന്ന ദേശം. പേടിക്കരുത്, ഭ്രമിക്കരുത്, ചഞ്ചലിക്കരുത്, ഭയപ്പെട്ടു പോകരുത്. കാരണം കൂടെ പറയാ, നിങ്ങൾക്ക് മുമ്പായി ദൈവം ദൂതനെ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പായി ദൈവം നടകൊള്ളുന്നുണ്ട്. ഞാൻ നിനക്ക് മുമ്പായി തന്നെ ദൂതനെ അയക്കും. ദൈവം തന്നെ ദൂതനെ അയച്ചിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് മുന്നേ നടകൊള്ളുന്നുണ്ട്. നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ ഭ്രമിക്കരുത്, നിങ്ങൾ ചഞ്ചലിക്കരുത്, നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. ഇതായിരുന്നു ദൈവഹിതം. അതാലോചന.
അടുത്ത വാക്യം സ്ഫുടമായിട്ട് വായിച്ചേ. ഓ, അധൈര്യപ്പെടുകയും അരുതെന്ന് പറഞ്ഞു. അധൈര്യപ്പെടാനങ്ങ് വായിക്കേ. എന്നാൽ നിങ്ങൾ എല്ലാവരും അടുത്ത് വന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. വായിക്കുന്ന തെറ്റൊന്നുമില്ലെങ്കിൽ ഒരു പിന്നെ ലുക്കില്ലെന്നോ? അപ്പോൾ നിങ്ങൾ പേടിക്കരുത്, ഭ്രമിക്കരുത്, ചഞ്ചലിക്കരുത്. സ്തോത്രം. ചെന്ന് കൈവശമാക്കണം. ഇതായിരുന്നു ദൈവഗീതം. അടുത്ത വാക്യം, എന്നാറേ നിങ്ങളെല്ലാവരും കൂടെ എന്റെ അടുക്ക വന്ന്. നിങ്ങൾ ഒപ്പിച്ച വിനയായതല്ല. ഞാൻ പറഞ്ഞത്, ദൈവം പറഞ്ഞത് ചെന്ന് കൈവശമാക്കിക്കോ. ഞാൻ മുന്നേ ഉണ്ട്. പേടിക്കുകയും വേണ്ട, ഭയപ്പെടുകയും വേണ്ട. ശത്രുവിനെ ഞാൻ ഒതുക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കും, പ്രൊട്ടക്ട് ചെയ്യും. നീ പൊക്കോ. ഇതായിരുന്നു ദൈവഹിതം. അന്നേരം ഇവന്മാരെല്ലാം കൂടെ അടുത്ത് വന്ന് കൗൺസില് ഒരു 72 ജനറൽ കൗൺസിൽ, പിന്നെ സ്റ്റേറ്റ് കൗൺസില് വേറെ. അമ്മായിയപ്പൻ വന്നൊരു കൗൺസിൽ ഒപ്പിച്ചേച്ച് പോയതാ. അമ്മായിയപ്പൻ മരുമകനെ കാണാൻ വന്നപ്പം മരുമകൻ രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുക, ശ്രീമക്കളുടെ പ്രശ്നം പരിഹരിക്കുക. അന്നേ അമ്മായിപ്പൻ മനോവേദനയും സങ്കടം. അമ്മായിപ്പൻ പറഞ്ഞു, കുഞ്ഞുകുഞ്ഞൂട്ടി നീ ഒത്തിരി ടയേർഡാണ്, നീ ഒത്തിരി ക്ഷീണിച്ചു, ഷുഗറും ഒക്കെ ഇപ്പം എങ്ങനെ ഉണ്ട്? ഉടനെ മോശം പറഞ്ഞു, ഞാനിങ്ങനെ രാവിലെ മുതലിരിക്കും. കുഴപ്പമില്ല, ദൈവസന്നിധിയേക്കാൻ, പക്ഷെ നിന്റെ ബോഡിയും കൂടെ നീ ഒന്ന് ശ്രദ്ധിക്കണം. തന്നെയല്ല, നിനക്ക് അവളുമായിട്ട് സംസാരിക്കാൻ പോലും, അവളുമായിട്ട് അധികം സംസാരിക്കാതിരിക്കുന്നതാ. സ്തോത്രം. അവള് സംസാരിക്കാൻ തുടങ്ങിയ നിങ്ങളുടെ പെങ്ങളുടെ കുറ്റവും അമ്മയുടെ കുറ്റവും നിങ്ങളുടെ കുടുംബക്കാരുടെ വിശേഷമേ കൂടുതൽ. അച്ചായൻ്റെ വീട്ടിലെ കാര്യമല്ല ഞാനീ പറയുന്നത്. ഇത് ആവശ്യമുള്ള ആൾക്കാർ ഇതിനകത്തും ഇരിപ്പുണ്ട്, ഓൺലൈനിലും ഉണ്ട്. അവരത് ഏറ്റെടുത്തോളും. പിന്നെ കോരനചാരിയെ നമ്പൂരിക്കിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അമ്മായിയമ്മ വന്ന് പറഞ്ഞു, നീ ഒത്തിരി ടയേർഡ, അതുകൊണ്ട് നിനക്ക് അവളുമായിട്ട് നിങ്ങളൊന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് വെളിയിലൊക്കെ ഒന്ന് പോയി വീഗാലാൻഡിലോ ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ. സുവിശേഷ വിലക്കിറങ്ങിയ നീയാണോ റിലാക്സ് ചെയ്ത് നടക്കുന്നത്? കോവളം ബീച്ചിൽ നീ പോയിട്ടുണ്ടോടാ? അമ്മായിപ്പം വന്ന് മോശ പറഞ്ഞു, മിസ്രൈമിൽ മുഴുവൻ ആ ബീച്ചായിരുന്നു, എന്നെ ബീച്ച് വെച്ച് തന്നെ ദൈവം. സ്തോത്രം. അതുകൊണ്ട് അപ്പച്ചാ എനിക്കിപ്പം ബീച്ചെന്ന് പറയുന്നതേ ആടെ ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ ഈ 70 പേര് അമ്മായിയപ്പൻ ഒപ്പിച്ചതാ. ഈ 70 പേര് വന്നതാ. എന്നാറേ നിങ്ങളെല്ലാവരും വേറെ കൗൺസില് കമ്മിറ്റി അതാ നല്ലത്. കമ്മിറ്റിക്കാരെല്ലാം കൂടെ എന്നാറേ നിങ്ങളെല്ലാം കൂടെ എന്റെ അടുക്ക വന്ന് വായിക്കേ. മുൻകൂട്ടി അയക്കുക. അങ്ങനെ ചേർത്ത് വായിച്ചേ. എന്നാറേ ഞാൻ ചില ആളുകളെ മുൻകൂട്ടി അയക്കുക. അവർ ദേശം എന്നാറേ നിങ്ങളെല്ലാവരും അടുത്തു വന്ന് നിങ്ങളെല്ലാരും കൂടെ എന്റെ അടുക്ക വന്ന് നാം ചില ആളുകളെ മുൻകൂട്ടി അയക്കും. അപ്പൊ നിങ്ങൾ ഉടനെ പറയാ, നാം ചില ആളുകളെ മുൻകൂട്ടി അയക്കണമെന്ന്. അത് ഇവരുടെ തീരുമാനമാണ്, ദൈവം അറിയിച്ചതല്ല. ഇവരെല്ലാം കൂടെ വന്ന് കമ്മിറ്റി കൂടി വെച്ച് പറഞ്ഞു, നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം കുറെ ആൾക്കാരെ മുന്നേ അയക്കണം. എന്നാറേ നിങ്ങളെല്ലാവരും കൂടെ എന്റെ അടുക്ക വന്ന് നാം ചില ആൾക്കാരെ മുൻകൂട്ടി അയക്കാം. മൈക്ക് കൂടെ വായിര്. ഒരെണ്ണം അവർ ദേശമുറ്റി നോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. എന്നാറേ നിങ്ങളെല്ലാരും കൂടെ എന്റെ അടുക്ക വന്നിട്ട് നാം ചില ആൾക്കാരെ മുൻകൂട്ടി അയക്കുക. അവർ ദേശം ഒറ്റ നോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയും പോകേണ്ടുന്ന പട്ടണങ്ങളെ കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. പറഞ്ഞു. നിർത്തണം. എന്നിട്ട് ആ നിർത്തിയെടുത്തിന്ന് ഞാൻ പറയുമ്പോ വായിക്കണം.
ഞാൻ നിർത്തിയുടെ തിട്ടമുണ്ടല്ലോ, അവിടെ മുതൽ ഞാൻ പറയുമ്പോൾ വായിക്കണം. ഞാൻ പറഞ്ഞിട്ടേ വായിക്കാവുള്ളൂ. നന്നായിട്ട് വായിക്കുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കരുത്, ഭ്രമിക്കരുത്, ചഞ്ചലിക്കരുത്, ഭയപ്പെട്ടു പോകരുത്. ആ ദേശം നിന്ന് കൈവശമാക്കണം. ഞാൻ നിങ്ങൾക്ക് മുന്നേ ഉണ്ട്. ഒരുത്തനും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ഞാൻ ദൂതനെ വിട്ടിട്ടുണ്ട്. ഇതായിരുന്നു ദൈവഹിതം. പക്ഷെ ഇവര് കമ്മിറ്റിക്കാരെല്ലാം കൂടെ ഒന്നിച്ച് കൂടിയേച്ച് പറഞ്ഞു, അതെ പുള്ളിക്ക് മേളിയിരുന്ന് ഇങ്ങനെ ഓരോന്നങ്ങ് പറഞ്ഞാൽ മതി, താഴെ നിൽക്കുന്നത് നമ്മളാ. പുള്ളിക്ക് മേളിയിരുന്ന് പറഞ്ഞാൽ മതി, പൊക്കോ, വിടുതല, രക്തം എന്നൊക്കെ. പുള്ളി മേളിയിരിക്കല്ലേ, നമ്മൾ തറയിലല്ലേ നിൽക്കുന്നേ. അതുകൊണ്ട് നമ്മള് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചേച്ച് വേണം മുമ്പോട്ട് മൂവ് ചെയ്യാൻ. ഈ കമ്മിറ്റിയിലുള്ളത് മിക്കതും ഗുണം വന്നവന്മാരല്ല, രക്ഷിക്കപ്പെടാത്തവന്മാരാ. പിന്നെ വെള്ളത്തിൽ മുങ്ങി അത് കല്യാണം നടത്താൻ വേണ്ടി. കമ്മിറ്റിയിലുള്ള മിക്കതും അഭിഷേകം പ്രാപിച്ചതല്ല. ഇവനെല്ലാം കാശ് കൊടുത്തും കുതികാല് വെട്ടിയും ആമൻ കാശെറിഞ്ഞും ആമൻ കൂട്ടിക്കെട്ടിയും പൂട്ടിക്കെട്ടിയും സൂത്രം ഒപ്പിച്ച് കയറിയതല്ലാതെ ദൈവമായിട്ട് ബന്ധമില്ലെന്ന്. ഇവനൊന്നും പ്രാർത്ഥിക്കത്തില്ല, ഉപവസിക്കത്തില്ല, ദൈവസന്നിധിക്ക് അർഹത്തില്ല. ഇവനെല്ലാം അടിയും കേസും വഴക്കും കോടതിയായിട്ട് ഇങ്ങനെ നടക്കുന്നവന്മാരാ. ദൈവമായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ ജനറൽ കൺവെൻഷന് വലിയ ബാറ്റുമൊക്കെ കുത്തി ജീസസ് ജീസസ് തയ്യക്കാരൻ നിൽക്കും പോലെ നിൽക്കുക, ജീസസ്. പിന്നെ പാർട്ടിക്കാർ വരുമ്പോ എഴുന്നള്ളിച്ചോണ്ട് കൊണ്ട് സെൻട്രൽ പാസ്റ്റോട് പറയും, മൂലയെ പോയിരിക്കും, പുള്ളി വന്നിരിക്കട്ടെ. എന്നതാടാ ഗുണമൊന്നും അല്ലെന്ന്. ഈ ഗുണം വരാത്തവന്മാരെല്ലാം കൂടെ ചേർന്ന് വെച്ച് പറഞ്ഞു, പുള്ളി മേളിൽ ഇരുന്ന് അങ്ങനെ പലതും പറയും. നമ്മളെ കാര്യങ്ങൾ വിശദമായിട്ട് പഠിച്ചേച്ച് വേണം. നമ്മൾ പെട്ടെന്ന് അങ്ങനെ മുമ്പോട്ട് പോകരുത്. ആദ്യം സെലക്റ്റഡ് ആയിട്ട് കുറെ ആൾക്കാരെ മുന്നേ അയക്കണം. അവർ ചെന്ന് ദേശമെല്ലാം ഒന്ന് കാണട്ടെ. വഴിയുണ്ടോ, പുഴയുണ്ടോ, തോടുണ്ടോ, ആറുണ്ടോ, നദിയുണ്ടോ, കുന്നാന്നോ, മലയാന്നോ, ഇടനാടാന്നോ, മലനാടാന്നോ, തീരപ്രദേശമാണോ, ആൾക്കാരെങ്ങനുണ്ട്, കരുത്തുള്ളവരാണോ, കരുത്തില്ലാത്തവരാണോ, കാലാവസ്ഥ, ക്ലൈമറ്റ്, തണുപ്പാന്നോ, ചൂടാന്നോ, അതോ ഏത് അവസ്ഥയാണ്, നമുക്ക് പോകേണ്ട സ്ഥലമല്ലേ. ഫുഡ് വല്ലതും കിട്ടുമോ? പുള്ളി മേലിരുന്ന് പറഞ്ഞുകൊണ്ട് പാലും തേനും കൊണ്ട് മാത്രം അങ്ങനെ കാര്യം നടക്കുന്നേ. സ്തോത്രം. ഫുഡ് എന്തൊക്കെയുണ്ട്, ഫലമൂലാദികളുണ്ടോ, വഴിയുണ്ടോ, ഹൈവേ ആണോ, ഷോർട്ട് കട്ടാണോ, അതോ കട്ടറുള്ള വഴിയാണ്, ഇതൊക്കെ അറിയണ്ടേ. നമ്മൾ കുറെ ആൾക്കാരെ ആദ്യം സെലക്ട് ചെയ്ത് അങ്ങോട്ട് അയക്കണം. പുള്ളി അവിടെ ഇരുന്ന് പറയും പൊക്കോ പൊക്കോ എന്നൊക്കെ, അതൊക്കെ അവിടെ നിൽക്കാം. പുള്ളിയെ നമ്മളോട് ഉടക്കണ്ട, പുള്ളി അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം കുറെ ആൾക്കാരെ സെലക്ട് ചെയ്ത് അയക്കണം. ഇതാണ് ഇവരുടെ കൗൺസിൽ എടുത്ത തീരുമാനം. അടുത്ത വാക്യം വായിക്കരുത്. കൗൺസിൽ ഇങ്ങനെ തീരുമാനിച്ചു. അടുത്ത വാക്യം, ആ വാക്ക് എനിക്ക് ബോധിച്ചു. മോശ പറയാ, ആ വാക്ക് എനിക്ക് ബോധിച്ചു, എനിക്കും ബോധിച്ചെന്ന്. നിർത്തിക്കേ. ഗുണം പിടിക്കാത്ത കമ്മിറ്റിക്കാരും കൗൺസിലും കൂടെ തീരുമാനിച്ചു. ദൈവം മേളിയിരുന്ന് അങ്ങനെ പലതും പറയും, പൊക്കോ, വിടുതലാന്ന്. പക്ഷെ നമ്മൾ ആൾക്കാരെ മുന്നേ വിടണം. അതിന്റെ കാരണവും പറഞ്ഞു. വഴിയുണ്ടോ, ഹൈവേ ആണോ, ഷോർട്ട് കട്ടെന്നോ, ഫലമുണ്ടോ, ഫലമൂലാദികളുണ്ടോ, വെള്ളമുണ്ടോ, ഇതൊക്കെ കറണ്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയണ്ടേ. ഇങ്ങനെ ഇവര് കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി. മോശ പറയാ, ആ വാക്ക് എനിക്കും ബോധിച്ചു. അപ്പൊ തമ്പുരാന് മനസ്സിലായി, ഞാൻ പറഞ്ഞ വാക്ക് ഇവന്മാർക്ക് ആർക്കും ബോധിച്ചിട്ടുമില്ല, ബോധിക്കത്തുമില്ല. അപ്പം ദൈവം തീരുമാനിച്ചു, എന്നാ പിന്നെ നിന്റെ എല്ലാം വഴിക്ക് ഞാൻ അങ്ങ് വിടുക. എന്റെ ഹിതത്തിന് നിങ്ങൾ ആരും വഴിപ്പെടുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതിന് തത്തുല്യമായ ഒരു പഴഞ്ചൊല്ലുണ്ട്, അടിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിച്ചു. അതാണ് സംഖ്യാപുസ്തകം 13. യഹോവ പിന്നെയും മോശയോട് മുന്നേ പറഞ്ഞ കാര്യം അനുസരിക്കാതെ വന്നപ്പോൾ തമ്പുരാൻ പിന്നെ പറഞ്ഞു, പൊക്കോ പൊക്കോ പൊക്കോ, ആൾക്കാരെ വിട്ടു. അത് ദൈവഹിതമല്ല, സമ്പൂർണ്ണ ദൈവഹിതമല്ല, അത് നിർബന്ധിത ദൈവഹിതമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയാ, നിർബന്ധിത ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ വരരുത്. സമ്പൂർണ്ണ ദൈവഹിതം നടക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, അവിടുത്തെ ഇഷ്ടം മാത്രമേ നടക്കാവൂ, അവിടുത്തെ ഹിതമേ നടക്കാവൂ. എന്റെ ഇഷ്ടമല്ല, എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം. ഇമ്പമുള്ള ജീവിതവും ഏറെദാന മാനങ്ങളും, ഇമ്പമുള്ള ജീവിതവും
ദൈവ ഇഷ്ടം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ ഹിതം ആരും മുന്നേ ഒറ്റ നോക്കാൻ പോകണ്ട. ഞാനെല്ലാം ക്രമപ്പെടുത്തി വെച്ചിരിക്കുക. നീ എല്ലാം വിശ്വാസത്തോടെ ചെന്ന് അവകാശപ്പെടുത്തിയാൽ മതി. പക്ഷെ ആ ദൈവഗണത്തിന് ഘടകവിരുദ്ധമായി ഇവര് സെലക്ട് ചെയ്തു നമുക്ക് ആൾക്കാരെ തിരഞ്ഞെടുത്ത് മുന്നമേ വിടണം. അപ്പൊ ദൈവത്തിന് മനസ്സിലായി, എന്റെ വാക്ക് എന്റെ ഗീതവും നിങ്ങൾ ആരും അനുസരിക്കുന്നില്ല, എന്നാ പിന്നെ നിങ്ങളുടെ ഗീതത്തിന് തന്നെ വിടുക. അതാ ഇവന്മാരെല്ലാം കൂടെ കനാൻ ദേശം 12 പോയി എന്ത് പരുവക്കേടുണ്ടായി ഇല്ലേ? മുഴുവൻ പരുവക്കേടാ. 10-40 ദിവസം അതിലെല്ലാം ഇങ്ങനെ കറങ്ങി കിടന്നല്ല. ഫോട്ടോ ഒക്കെ ഇഷ്ടം പോലെ എടുത്തു വാട്സപ്പിനകത്തൊക്കെ. ഇതാണ് മുന്തിരി, ഇപ്പൊ ലൈവിലുണ്ട്. അങ്ങനെയൊക്കെ ഫോട്ടോ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ആപ്പിള്. ഇതാണ് ഇസ്രായേലിന്റെ അനാർ. ഇങ്ങനെയൊക്കെ ഫോട്ടോയും ഒക്കെ കാണിച്ച് നടക്കുന്നതല്ലാതെ ഇതൊന്നും ദൈവഹിതമല്ല. അതുകൊണ്ട് എന്തോ സംഭവിച്ചു. ദേശമെല്ലാം ഒത്തു നോക്കി മിടുക്കന്മാരായിട്ടൊക്കെ കണ്ടും കേട്ടും എല്ലാം വന്ന് ഫോട്ടോ എടുത്ത് വാട്സപ്പിനകത്തും ഒക്കെ അയച്ചു. അവസാനം തിരിച്ച് 12 തിരിച്ചു വന്നു. വന്നപ്പോ മോശ പൊതുസഭ കൂടി വെച്ച് പറഞ്ഞു, നമ്മുടെ സഹോദരന്മാരെല്ലാം പ്രാർത്ഥനയോടെ കനാൻ ദേശം ഒത്തു നോക്കാൻ പോയി. നമ്മളും പ്രാർത്ഥിച്ചു. 40 days എല്ലാരും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം ഒരേ ക്ഷേമത്തോടെ തിരിച്ച് കൊണ്ടുവന്ന്. എന്റെ ഭാവനയാകട്ടോ, എന്റെ ഭാവന. മോശ അധ്യക്ഷ പദവി അലങ്കരിച്ചിരിക്കുന്നു. 12 പേരിങ്ങനെ വട്ടം ഇരിക്കുന്നു. പോയ 12. പിന്നെ ജനമെല്ലാം ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മോശ അധ്യക്ഷ പ്രസംഗം നടത്തി വെച്ച് പറഞ്ഞു, നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരന്മാര് യോശുവ അടക്കം, സ്തോത്രം, കാലേബ് അടക്കം, ഇങ്ങനെയൊക്കെ പറഞ്ഞു അവര് കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയിട്ട് വന്നു. ഇപ്പോൾ മാന്യ സഹോദരന്മാർ ഓരോരുത്തർ എഴുന്നേറ്റ് അതിനെപ്പറ്റി സാക്ഷ്യം പറയും. ഉടനെ ഒരുത്തൻ എഴുന്നേറ്റു. പാട്ടിന്റെ ഈരടിയൊക്കെ പാടിയായിരിക്കാം നമ്മുടെ രീതിയാണെങ്കിൽ. ഒരുത്തൻ എഴുന്നേറ്റു, ആ സുന്ദര വീടേ എൻ ശോഭിത നാടേ, ആ സുന്ദര വീടേ എൻ ശോഭിത നാടേ എന്നു ആനന്ദമായി. ഒരു പഴയ പാട്ട്. എന്നെ പുള്ളി പറഞ്ഞു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഹല്ലേലൂയ. ഞാൻ പാടിയതുപോലെ സുന്ദരമായ നാടാണ്, ഹല്ലേലൂയ. കാണുവാൻ തക്കവണ്ണം ഇവിടെ ഞാൻ ഇതിനൊന്നും യോഗ്യനല്ലായിരുന്നു, എങ്കിലും കൃപയാൽ അവിടെ പോയി അതെല്ലാം കാണുവാൻ തക്കവണ്ണം ഇടയായി, ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന് മഹത്വം കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. ദൈവമക്കളല്ല എന്റെ നിലനിൽപ്പിനെ ഓർത്ത് ഇത്രയും പറഞ്ഞു എന്റെ വാക്കിന്ന്. അതാണ് ആയത്. ഉടനെ അടുത്തവൻ മനോഹരമായ കനാൻ ദേശമേ, അവനെ പെരുവരിലെ പൊങ്ങുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മനോഹരമായ കനാൻ കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ പാപ്പച്ചൻ പറഞ്ഞ പോലെ മനോഹരമായ ദേശമാണ്. ഞാനും അത് കാണുവാൻ തക്കവണ്ണിടയായി. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഞാൻ അത് കണ്ടതിന് ശേഷം തൽമായിയെ കണ്ടു. തൽമായിയെ കണ്ടതിന് ശേഷം എനിക്കറിയാമല്ല, ഹാർട്ടിന് ഇടിപ്പ് കൂടുന്നു. ദൈവമക്കളല്ല എനിക്ക് വേണ്ടി. ഇതാണ് ഇവന്റെ എല്ലാം സാക്ഷ്യം. ഉടനെ അടുത്തവൻ. അപ്പൊ ജനത്തിനിടെ പ്രയാസമായി. അടുത്തവൻ ആനന്ദമേ പരമാനന്ദമേ എനിക്കാനന്ദമേ കാണാൻ ജീവിതം എനിക്കാനന്ദമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരന്മാർ, ഇരുവരും സാന്നിധ്യപോലെ നല്ല ദേശമാണ്. ഞാൻ ശേഷായിയെ കണ്ടേച്ചാ വന്നേ. അതിന് ശേഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം പിടിച്ചു നിൽക്കുന്നു. അടുത്ത ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ 2 ദിവസം ദേശം കാണാൻ പോയവന്മാര്. ഉടനെ അടുത്തവൻ പാലും തനുമൊഴുകും ഇവനെല്ലാം നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. അതാ അതിലൊക്കെ വിചിത്രം. നല്ലതുപോലെ ദൈവമായിട്ട് ഒരു ബന്ധവും നന്നായിട്ട് പാട്ടും പാടും. എന്തോ ട്യൂണാണ്. സ്തോത്രം. അതാ പാലും തനുമൊഴുകും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. പാടിയതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശമാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവിന് മഹത്വം. ഞാൻ തെക്കേ ദേശത്ത് ഹമാലിയക്കിനെയാ കണ്ടത്. എനിക്ക് അതിന് ശേഷമായിട്ട് എന്നാന്നറിയാമല്ല, അങ്ങ് ക്ഷീണവും അസ്വസ്ഥതയും. ചെന്ന് നോക്കിയപ്പോൾ പ്രഷർ ഒത്തിരിയും താന്നു. ഹമാലിയക്കിനെ കണ്ടതുകൊണ്ട്
ഇതൊക്കെയായി സാക്ഷി. വേറെ എഴുന്നേറ്റ് പറഞ്ഞു, അവരുടെ മുന്നിൽ നമ്മൾ വെട്ടുക്കിളിയെ പോലെ. ചുരുക്കി പറഞ്ഞ ഇവനെല്ലാം നാശകോടാക്കി ഒപ്പിച്ചു വെച്ചു. അങ്ങനെ ദൈവഹിതമല്ലാത്ത യാത്ര പോയത് കൊണ്ട്, ദൈവത്തിന്റെ സമ്പൂർണ്ണഹിതമല്ലാത്ത ഒറ്റുനോക്കിന് പോയത് കൊണ്ട് തിരിച്ചു വന്ന് റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ സഭയിൽ ഉണർവല്ല ഉണ്ടായത്. സഭയുടെ വിശ്വാസം പോയി. അതാ ദൈവഹിതമില്ലാത്ത യാത്രയ്ക്ക് പോയാൽ, ദൈവഹിതമില്ലാത്ത പോക്ക് പോയാൽ, ദൈവത്തിന് ഹിതമില്ലാത്ത പോക്ക് പോയി നീ റിപ്പോർട്ട് അവതരിപ്പിച്ചാൽ ഉള്ളവന്റെ വിശ്വാസവും കൂടെ പോകും. വായിച്ചേ 14-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ച ഈ റിപ്പോർട്ട് എല്ലാം കൂടെ കേട്ടപ്പോൾ സഭയിൽ ഉണർവാണോ ഉണ്ടായത്? വായിച്ചേ മോനെ. അയ്യോ, സഭ ഉണർന്നെന്നല്ലോ പറഞ്ഞത്. സഭയെല്ലാം കൂടെ ഉറക്ക നിലവിളിച്ചു. അത് കരഞ്ഞത് പേടിച്ച് കരഞ്ഞാണ്, അല്ലാതെ ആനന്ദ കണ്ണീരല്ല. പേടിച്ച് ചുമ്മാ കള്ളക്കണ്ണീര്. ആ രാത്രി മുഴുവൻ അങ്ങ് പട്ടി മോങ്ങുന്നത് പോലെ ഇരുന്ന് മോങ്ങുക. ആട്ടെ, റിപ്പോർട്ട് അവതരിച്ചപ്പോ നേരെ പ്രശ്നം. ദൈവഹിതമില്ലാത്ത പോക്ക് പോയപ്പോ നടക്കുന്ന കാര്യം കണ്ടോ? ഇസ്രായേൽ മക്കൾ മുഴുവൻ മോശയ്ക്ക് പകരവും വിരോധമായിട്ട് സഭയൊക്കെ നേരെ തിരിഞ്ഞു. സഭയെ പ്രശ്നമായി. സഭയൊക്കെ അവരോട് മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ ജാതിയായിരുന്നു, നല്ലതായിരുന്നു, നല്ല പ്രത്യാശ. അവിടെ വെച്ച് ജാതിയായിരുന്നു. അല്ലെങ്കിൽ ഈ മരുഭൂമി ആണെങ്കിലും മരിക്കാൻ പേടിയാണ്. അത് പതുക്കെ വായിച്ചത്, നന്നായിട്ട് ഉറക്കം വായിക്കാൻ. അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു. അടുത്തത് എങ്കിൽ വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളുമെല്ലാം ആ വാളിന് ഇരയായി തീരുമെന്ന് പറഞ്ഞവര് മോശക്കെതിരെ പിറുപിറുത്തുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, സഭയ്ക്കകത്ത് പ്രശ്നമുണ്ട്. പ്രശ്നം വരാൻ കാരണം ദൈവഹിതമല്ലാത്ത യാത്ര, ദൈവഹിതമല്ലാത്ത ഒറ്റുനോക്ക്, ദൈവത്തിന് ഹിതമില്ലാത്ത റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് എല്ലാം കൊണ്ട് അവതരിപ്പ സഭ പ്രശ്നമായി. അവര് പറയുക, ആമൻ വിരോധമായിട്ട് പിറുപിറുത്തിട്ട് പറയുക, ആമൻ ആ രാത്രി മുഴുവൻ ജനം കരഞ്ഞു. ജനം മോശയ്ക്കും അവരോനും വിരോധമായിട്ട് പിറുത്തു. വാളാൽ മരിക്കേണ്ടതിന് ആമൻ മിസ്രയീമിൽ വെച്ച് ചാകുകാരുന്നത് നല്ലതാ. ഈ മരുഭൂമിയാണെങ്കിലും വലിയ കുഴപ്പമില്ല. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും മക്കളും എല്ലാം കൊള്ളയായി പോകുമല്ലോ. കൊള്ളയാകുമെന്ന് നല്ല പ്രത്യാശയും വിശ്വാസവും. ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പിള്ളേരും എല്ലാം കൊള്ളയായി പോകുമല്ലോ. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല ഇത്. നിന്റെ പിള്ളേരെയും ഭാര്യനെ എല്ലാം കൊള്ളയടിപ്പിക്കാനാണോ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്? നിന്റെ കുടുംബത്തെ നശിപ്പിക്കാനാണോ ദൈവം നിന്നെ വിളിച്ചത്? നിന്റെ സന്തതിയെ തകർക്കാനാണോ ദൈവം നിന്നെ വിളിച്ചത്? ഈ മരുഭൂമിയിൽ നിന്നെ തകർക്കാനാണോ ദൈവം നിന്നെ പുറപ്പെടുവിച്ചത്? അല്ല, സുന്ദരമായ ദേശത്ത് സന്തോഷത്തോടെ നിന്നെ എത്തിച്ച് ദേശത്തിന്റെ നന്മ അനുഭവിച്ച് ദേശത്തെ കൈവശപ്പെടുത്താനാ ദൈവം നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ഇതാ ദൈവഹിതമല്ലാത്ത സമ്പൂർണ്ണ ഹിതത്തിന്റെ പുറകെ പോകാതിരുന്നാൽ പറ്റുന്ന അപാകത. അതുകൊണ്ട് തമ്പുരാനും ഒരു പരിപാടി ചെയ്തു. ഏതായാലും നിങ്ങളെല്ലാം പറഞ്ഞു പിള്ളേരും പിള്ളേരും ഭാര്യമാരും എല്ലാം അപ്പൊ തമ്പുരാൻ ഇന്നത്തേത് പറഞ്ഞു, കൊള്ളയാകുമെന്ന് പറഞ്ഞ പിള്ളേരെല്ലാം അങ്ങ് ചെല്ലും, നീ ഒരെണ്ണം കയറുകയല്ലെന്ന് പറഞ്ഞു. കൊള്ളയായി പോകുമെന്ന് പറഞ്ഞ പിള്ളേരെല്ലാം എല്ലാം അങ്ങ് ചെല്ലും, നീ ഒരെണ്ണം കയറുകയല്ല. വായിച്ചേ 1:38, ആവർത്തനം 1:38. പെട്ടെന്ന് വായിര്. ആവർത്തന പുസ്തകം 1:38. കനാൻ നാട്ടിൽ പോകുന്ന ലിസ്റ്റ്. നിന്റെ ശുശ്രൂഷകനാകുന്ന നൂന്റെ മകൻ യോശുവ അവിടെ ചെല്ലും, അവനെ ധൈര്യപ്പെടുത്തുക, അവനാകുന്നു ഇസ്രായേൽ മക്കൾക്ക് അത് അവകാശമായിട്ട് കൊടുക്കേണ്ടത്. അടുത്ത വാക്യം, കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് കൊള്ളയാകുമെന്ന് പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കളും അവിടെ ചെല്ലും. നിങ്ങളെല്ലാം അവിടെ. പണ്ടൊരാൾ എനിക്ക് വായിച്ചൊന്നു കൊള്ളയാകുമെന്ന് പറഞ്ഞ കുഞ്ഞൂട്ടി അങ്ങ് ചെല്ലുമെന്ന്. ഞാൻ പറഞ്ഞു കുഞ്ഞൂട്ടി പോകുമെന്ന് എനിക്കും തോന്നുന്നില്ല, കുഞ്ഞുകുട്ടികള് അവിടെ ചെല്ലും. കുഞ്ഞൂട്ടി ചെല്ലുമെന്ന്
സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ ദൈവത്തിന് വിരുദ്ധമായിട്ട് ഇവര് പറഞ്ഞു, ഞങ്ങളുടെ ഭാര്യമാര് പിള്ളേരെല്ലാം കൊള്ളയാകുമെന്ന്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. തമ്പുരാൻ ആവർത്തനം 1:38 പറയുകയാ, നൂന്റെ മകൻ യോശുവ അവിടെ ചെല്ലും, അവനെ ധൈര്യപ്പെടുത്തുക, അവനാകുന്നു ഇസ്രായേൽ മക്കൾക്ക് ആ ദേശം കൈവശമാക്കി കൊടുക്കേണ്ടത്. അടുത്തത് കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ സംഖ്യ 14 പറഞ്ഞില്ലയോ കൊള്ളയാകുമെന്ന്. ആ കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയുവാൻ പറ്റാത്ത നിങ്ങളുടെ മക്കളും അവിടെ ചെല്ലും എന്ന് പറഞ്ഞ നീ ഒരെണ്ണം കയറുകയല്ല. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആവശ്യമില്ലാത്ത കമ്മിറ്റി, കൗൺസില്, കുന്തം, കോടാലി, നിന്റെ കുരുക്ക ഒരെണ്ണം കയറുകയല്ല. എന്നാൽ നിരപരാധികൾ ഇതിനകത്തുണ്ട്, പരമാർത്ഥികൾ ഇതിനകത്തുണ്ട്, ദൈവത്തെ ഭയമുള്ളവർ ഇതിനകത്തുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്, ദൈവ ഭയമുള്ളവരുണ്ട്. അവരെല്ലാം അങ്ങ് ചെല്ലും. Praise the Lord. Praise the Lord. അവരെല്ലാം അങ്ങ് ചെല്ലും. അതുകൊണ്ട് ഞാൻ ബാക്കി ഭാഗം അവിടെ നിന്ന് പറയുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തുക. ദൈവത്തിന് മഹത്വം. ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞ സമയം എടുത്തു വന്ന്, എന്നാലും ഉണ്ടല്ലോ അതിനൊക്കെ ഒരു പരിമിതി. ദൈവത്തിന് മഹത്വം. ഞാനിങ്ങ് നിന്നാൽ ചിലപ്പം വെളുപ്പനെ അവരൊക്കെ നിൽക്കും, ചിലപ്പം. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ഹിതമേ നമ്മുടെ ജീവിതത്തിൽ നടക്കാവൂ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം നടക്കണം. പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ, കർത്താവെ അവിടുത്തേക്ക് ഇഷ്ടമാണെങ്കിൽ, അവിടുത്തെ ഹിതമാണെങ്കിൽ, അവിടുന്ന് അനുവദിക്കുന്നെങ്കിൽ അങ്ങനെ നമുക്ക് വ്യവസ്ഥയുള്ളൂ. അല്ലാതെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാനും ഓടിച്ചിട്ട് മേടിക്കാനും അടിപിടി ചില ഗുണ്ടായുസം പോലെ അത് പ്രവർത്തിച്ചാട്ടെ എന്ന് പുള്ളി മേടിച്ചു. എന്നതാണ് ചുമ്മാ കിടന്നു എന്നതാണോ ഇതിനല്ല. അവിടുത്തേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനല്ലേ വ്യവസ്ഥ. നമ്മളെ കൊണ്ട് എന്തെങ്കിലും നടക്കുമോ? അവിടുന്ന് അനുവദിക്കണ്ടേ, അവിടുന്ന് സമ്മതിക്കണ്ടേ? ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ മഹത്വം. ഒരു കാര്യം കൂടെ പറയാം, ഒത്തിരി ഉണ്ട്, ഒന്നുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. അപ്പൊ കനാൻ ദേശം ഒറ്റ നോക്കാൻ ആൾക്കാരെ വിടണം എന്നുള്ളത് സമ്പൂർണ്ണ ദൈവഗതമല്ല. ഇവര് ശടിച്ചത് കൊണ്ട് ദൈവം അങ്ങ് അനുവദിച്ചു. അതിന്റെ കുഴപ്പടി ഒരെണ്ണം അങ്ങ് ചെന്നില്ല. അതാ സങ്കീർത്തനം 95:10 പറഞ്ഞ് 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്ന് എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തെന്ന്. വായിച്ച 95:10 പെട്ടെന്ന് വായിച്ചു. 95:10 ചടിയിടാന്ന് വായിച്ചു. 40 ആണ്ട് എനിക്ക് ആ തലമുറയുടെ നീരസം ഉണ്ടായിരുന്നു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവെന്ന് ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ആവർത്തനം 2:13-14 വായിച്ചേ. ആവർത്തനം 2:13-14 പെട്ടെന്ന്. ഇപ്പോൾ എഴുന്നേറ്റ് സേരതോട് കടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരതോട് കടന്നിരിക്കുന്നു. നാം കാദേശ് പറഞ്ഞിങ്ങനെ പുറപ്പെട്ടത് മുതൽ സേരതോട് കടക്കം വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. ആ പദം കണ്ടോ? പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. കടന്നുപോയെന്നല്ല, പിന്നെയോ മുടിഞ്ഞുപോയ. സാധാരണ കർത്താവിലൊക്കെ കടന്നുപോയി, കർത്താവിൽ നിദ്ര പ്രാപിച്ചു, ചേർക്കപ്പെട്ടു, അങ്ങനെയൊക്കെയല്ലേ? സ്തോത്രം. ഇതങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? മുടിഞ്ഞു പോയെന്ന്. വിശ്വാസമില്ലാത്തവനെയൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞ മുടിഞ്ഞു പോയെന്നാ. എന്നെ കേൾക്കുന്ന ആരും മുടിയരുത്. ഈ യോഗത്തിന് വന്ന ആർക്കും മുടി ഉണ്ടാകരുത്. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആർക്കും മുടി ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. നീ ദൈവഗതത്തിന് സമർപ്പിക്കുക.
നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. ചിലപ്പോ ആദ്യം അല്പം ഞെരുക്കവും ബുദ്ധിമുട്ടുമൊക്കെ വരും, അത് മുഴുവൻ ദൈവം പരിഹരിച്ചു തരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് മുഴുവൻ അവിടുന്ന് പരിഹരിച്ചു തരും. നമ്മുടെ ഇഷ്ടം ഒന്നും നടക്കരുത്, ദൈവത്തിന്റെ ഇഷ്ടം. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ മോദമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ, ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. കൈയിരിക്കയാ ആരുമില്ല നീക്കും ദോഷം ചെയ്യുവാ. കൈയിരിക്കയാ ആരുമില്ല നീക്കും ദോഷം ചെയ്യുവാ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം നടക്കണം. രണ്ടാമത്തെ നിർബന്ധിത ദൈവഹിതം, അതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാണ്. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ഹിസ്കിയാവിന് പ്രവാചകൻ വന്ന് ദൂതും പറഞ്ഞു ചത്തുപോകും, ചാവും ഉറപ്പാ. ഉടനെ ഹിസ്കിയാവ് ചുവരോട് ചേർത്ത് ചേർത്ത് ഇങ്ങനെ ഇരുന്നേച്ച്, കർത്താവേ നീ എന്നെ ഓർക്കണമേ, ഞാൻ നിന്റെ സന്നിധിയിൽ ഏകാഗ്രതയോടും വിശ്വസ്തയോടും ഒക്കെ നടന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു ചെയ്തത് ഒന്ന് ഓർക്കണമേ. നമ്മുടെ പെന്തിക്കോസുകാരുടെ ഭാഷ പറഞ്ഞ ഹിസ്കിയാവ് പിടിച്ചു വെച്ചൊരു പ്രാർത്ഥന. നടുമറ്റത്ത് പോയ പ്രവാചകൻ തിരിച്ചു വന്ന് പറഞ്ഞു, 15 വർഷം തന്നെന്ന്. ചാകാൻ കിടന്ന പുള്ളിയാ. 15 പിടിച്ചു വെച്ചൊരു പ്രാർത്ഥന, വർഷം 15. ഹിസ്കിയാവ് സൺഡേ സഭയെ വന്ന് സാക്ഷി പറഞ്ഞു. സഭ ഇളകി. പാസ്റ്ററും കൂടെ പറഞ്ഞു, നമ്മുടെ ഹിസ്കിയാച്ചായൻ കഴിഞ്ഞ ദിവസം എല്ലാവരും ഓർത്തതാ തീർന്നു, സ്തോത്രം. പക്ഷേ സഭയായിട്ട് നമ്മളും പ്രാർത്ഥിച്ചു, അദ്ദേഹവും പ്രാർത്ഥിച്ചു, പിടിച്ചു വെച്ച് മുട്ടിപ്പായി നമ്മൾ അപേക്ഷിച്ചു. ദൈവം വളരെ വ്യക്തമായിട്ട് ഇടപെട്ടു. 15 വർഷം കൂട്ടിക്കൊടുത്തു. അച്ചായൻ വന്നിട്ടുണ്ട്. അച്ചായനെ ഓർത്ത് കരം ഉയർത്തി ഒരു 3 ഹല്ലേലൂയ എല്ലാവരും. ഭയങ്കര ഉണർവ്, സഭ ഇളകി. പക്ഷേ ഈ ചോദിച്ച് പിടിച്ചു മേടിച്ചത് ദൈവഹിതമല്ലായിരുന്നു. ഈ കക്ഷി ആ പോക്കിനങ്ങ് പോകുന്നതായിരുന്നു നല്ലത്. പിടിച്ചു വെച്ച ഒരു 15 മേടിച്ചു. നിങ്ങൾ പുസ്തകം പഠിക്കുന്നവർക്കറിയാം, 15 വർഷത്തിന്റെ ആദ്യത്തെ 2-ാം വർഷം ഒരു ചെറുക്കനുണ്ടായി. ഇതുപോലെ നശൂലം പിടിച്ചൊരു ചെറുക്കൻ, മനേഷേ. അവനൊരു വലിയ ഷേയായിരുന്നു. എന്റെ പേര് തന്നെ ഷേ. അവനെ കാണുമ്പോ തന്നെ ഷേ, എന്തുവാ മനേഷ്. ഇതുപോലൊരു ഒരു ഗതികേട് പിടിച്ചെടുത്തത്. അവന്റെ ചരിത്രമൊക്കെ നിങ്ങൾ പിന്നീട് വായിച്ചു.
അവൻ ശത്രുക്കൾക്ക് അകത്തളം വരെ കൊണ്ട് കാണിച്ചു കൊടുത്തു. കാണിക്കാവുന്നതിന്റെ പരമാവധി അവൻ മുഴുവൻ എന്ന് പറഞ്ഞ ജാതികളെ അവൻ ആലയത്തിൽ കയറ്റിയെന്ന്. ദൈവസഭയ്ക്കകത്തെ കാര്യമെല്ലാം പുറം പാർട്ടിയുടെ കയ്യിലാ കൊണ്ട് കൊടുക്കുന്നേ. സഭയ്ക്കകത്തെ സ്തോത്രം പുനലൂര് അസംബ്ലീസ് കോഡിന്റെ സഭാ കാര്യങ്ങളും ചർച്ചക്കോടിന്റെ മുളക്കോടിലെ കാര്യവും കുമ്പനാട്ട് IPCയിലെ കാര്യവും തിരുവല്ലയിലെ ഷാരോനിലെ അകത്തെ കാര്യവും സ്തോത്രം ഇത് മുഴുവൻ ഇപ്പൊ കൊണ്ടു കൊടുക്കുന്ന ആർക്കാണ്? ഇതുപോലൊരു മുടിയാന്തരം പിടിച്ചോ മനേഷേ. ഈ ഷേ ഉണ്ടാകാൻ കാര്യം ഈ കക്ഷി പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട, അല്ലേ ഷേ വരികയല്ല. മനസ്സിലായോ? ഈ 15 കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇയാൾ ആ പോക്കിന് അതിലെ അങ്ങ് പോയാന്. ഷേ കയറി വരികയല്ല. ഷേ കയറി വന്നത് കൊണ്ടല്ലേ ഇത് മുഴുവൻ ഇപ്പൊ കിടന്ന്. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ ഹിതം ഹിസ്കിയാവ് ഈ അസുഖത്തോടു കൂടി ചേർക്കപ്പെടണം എന്നുള്ളതായിരുന്നു. പിന്നെ പ്രവാചകൻ വന്ന് പറഞ്ഞു, ദൂത് പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞു, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കണം. അതിന് കാരണമുണ്ട്. നിന്റെ ഗൃഹകാര്യം എന്നപ്പോൾ നിന്റെ കുടുംബത്തിൽ ചില പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിലാണ് 10-ാം വാക്യത്തിൽ പറഞ്ഞത്, ആകാശിന്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച്. വായിച്ചേ 38:10. ഇത് നിനക്കൊരടയാളമാകും, ആകാശിന്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച്. ആകാശിന്റെ കടികാരം നിർത്ത. ഇവനോട് ആലോചന പറയാ, ആകാശിന്റെ കടികാരം. ആരോടാ പറഞ്ഞേ? ഹിസ്കിയാവിനോട്. നിങ്ങൾ ഞാൻ നിർത്താൻ വേണ്ടി ഉഴപ്പ് കാണണോ? മിണ്ടാതിരിക്കുകയും മൃങ്ങലിക്കാതിരിക്കുകയും ചെയ്യുമ്പോ പുള്ളി അങ്ങ് ഞാൻ 10:30 നിർത്തുകയല്ല. പെട്ടെന്ന് വാക്യം വായിച്ചു തന്ന് സഹകരിക്കാന്ന് 10 നിർത്താം. ഇല്ല, ഈ പോക്കാ പോകുന്ന 11 നിർത്തുള്ളൂ. ഉഴപ്പ് കാണുമ്പോ പുള്ളി അങ്ങ് നിർത്തുമെന്ന് ഓർത്തങ്ങാണ്ട്. ആകാശിന്റെ കടികാരം. ഇത് ആരോടാ പറയുന്നേ? ഹിസ്കിയാവ്. എന്തിനാ ഹിസ്കിയാവിനോട് ഈ ആകാശിന്റെ കടികാരം പറയുന്നേ? കടികാരം എന്ന് പറഞ്ഞ ക്ലോക്ക്, സമയം അറിയുന്നത് അതാ. അപ്പൊ ആകാശിന്റെ കടികാരം അത് ഹിസ്കിയാവിനോട് എന്തിനാ പറയുന്നത്? എന്നാ കുഞ്ഞു വെച്ചാ ആകാശിന്റെ കടികാരം. ഇത് ആരോടാ പറയാ? ഹിസ്കിയാവിനോട് ആകാശിന്റെ കടികാരത്തെ പറ്റി പറയുന്നേ. പുള്ളി മോട്ടിച്ചോട്ട് പോകണം. എടാ, ഹിസ്കിയാവിന്റെ അപ്പനാണ് ആകാശ്. ആകാശിന്റെ അപ്പനാണ് യോദാമിന്റെ അപ്പനാണ് ഉസിയാവ്. ഉസിയാവിന്റെ അപ്പനാണ് ആസ. അപ്പൊ ആസയുടെ മകനാകുന്ന, ഉസിയാവിന്റെ മകനാകുന്ന, യോദാമിന്റെ മകനാകുന്ന, ആകാശിന്റെ മകനാകുന്ന, ഹിസ്കിയാവിന്റെ മകനാകുന്ന മനേഷെ. അതാ ഷേ. അപ്പൊ ഹിസ്കിയാവിനോടാ പറഞ്ഞത് ആകാശിന്റെ കടികാരം. ക്ലോക്കെ നോക്കുന്ന ഞാൻ നിർത്താനാണോ? ചൂട മാല കണ്ണിട്ട് നോക്കുന്നു. അപ്പൊ ആകാശിന്റെ കടികാരം അത് പറയാം. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കണം. അങ്ങനെയുണ്ട്. എന്നിട്ടാ പറഞ്ഞ ആകാശിന്റെ കടികാരം എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ ചില വിഷയങ്ങളുണ്ടായി, അത് ക്രമീകരിക്കണം. അതെന്തുവാ? ഒരു കാര്യം, ഒത്തിരി ഉണ്ട്. ഒരു കാര്യം പറയാം, എല്ലാം പറയാൻ നേരം. ഒരു കാര്യം, ഹിസ്കിയാവിന്റെ അപ്പൻ ആകാശ് ഇയാള് പണ്ട് പള്ളി പൂട്ടിയ ആളാ. പള്ളി പൂട്ടിയ ആളാ. ഇയാൾക്ക് നല്ല അധികാരം ഉള്ളത് കൊണ്ട് ഏത് പള്ളി ഇയാൾ പൂട്ടും. അത് പറഞ്ഞ ഇദ്ദേഹം തിക്കളേത്ത് പിലേസറുമായിട്ട് ഒരു സന്ധിക്ക് കൂടി. തിക്കളത്ത് പിലേസർ
ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. തിക്ലത്ത് പിലേസറുമായിട്ട് ഇടപാടെല്ലാം കൂടി കപ്പം കൊടുക്കുക, ശത്രു കയ്യിൽ നിന്ന് രക്ഷിക്കാൻ. എങ്ങനെ ശത്രു നിന്നെ പിടിക്കാതിരിക്കും? പള്ളി പൂട്ടി വെച്ച് പോയവനല്ലേ. ഷാജ് നിന്നെ ചപ്പും. പള്ളി കയറുകയല്ല, പള്ളി പൂട്ടി, പള്ളി ആരാധനയും പാട്ടുമില്ല, പിന്നെ നിന്നെ പ്യായ എടുത്ത് അമ്മാനമാടും. അതാ ശത്രു വന്ന് ഓടിക്കപ്പോ ഇവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, കാശ് കൊടുത്ത് വേറെ ആൾക്കാരെ ചേർക്കുക. കാശ് എറിഞ്ഞ് തിക്ലത്ത് പിലേസറിനെ. അപ്പൊ തിക്ലത്ത് പിലേസറുമായിട്ട് സംബന്ധം. അപ്പൊ ഒരിക്കല് ഇവൻ അറിവ് കിട്ടി, തിക്ലത്ത് പിലേസർ ദമ്മേശേക്കിലുണ്ടെന്ന്. ദമ്മേശേക്ക്. ഉടനെ ആകാശ് നേരെ ദമ്മേശേക്ക് ചെന്നു. ദമ്മേശേക്ക് ചെന്ന് തിക്ലത്ത് പിലേസറുമായിട്ട് കണ്ട് സന്ധി സംഭാഷണത്തിലെല്ലാം ഏർപ്പെട്ട്. അപ്പൊ ഇവൻ ദമ്മേശേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു യാഗപീഠം കണ്ടു. ദമ്മേശേക്കില് ഇവൻ ആ യാഗപീഠം കണ്ടിച്ച്, എന്റെ ഭാഷയാ, അതിന്റെ ഫോട്ടോ എടുത്ത്, യാഗപീഠത്തിന്റെ പിക്ചർ എടുത്ത് നേരെ ഇവന്റെ പാസ്റ്റർക്ക് അയച്ചു കൊടുത്തു. ഊരിയ പാസ്റ്റർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞാനിപ്പോൾ ദമ്മേശേക്കിലാണ്. പിന്നെ പാസ്റ്റർ ആട്ടെ അച്ചായ പ്രാർത്ഥിക്കാം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്പോൾ പാസ്റ്റർക്ക് ഇവിടുത്തെ വർഷിപ്പിന്റെ ഒരു പിക്ചർ അയച്ചു തരും. അപ്പൊ പാസ്റ്റർ അതെല്ലാം നോക്കിച്ച് സെയിം ഒരു യാഗപീഠം ഞാൻ അവിടെ വരുമ്പോൾ പണിത് വെച്ചേക്കണം. നമ്മൾ ഇനി അടുത്ത ആഴ്ച മുതൽ ആ യാഗപീഠത്തിൽ കയറിയായിരിക്കും നമ്മുടെ. ഉടനെ അതിന്റെ പിക്ചർ എടുത്ത് നേരെ ഊരിയ പാസ്റ്റർക്ക് അയച്ചു. ഊരിയ പാസ്റ്റർക്ക് ചെയ്യാതിരിക്കാനൊക്കത്തില്ല, കാരണം പുള്ളി തല വെട്ടും, രാജാവല്ലേ. പാസ്റ്റർ തന്നെ കണ്ടു, തരക്കേടില്ല, മുഴുത്തതാണല്ലോ ആ ചായ. മുഴുത്തതാ, ഇത് കണ്ടിട്ട് മോഡേൺ അല്ലേ. നമ്മളിപ്പം പെന്തിക്കോസുകാർ കുറച്ചൊക്കെ മോഡേണിസം ആയില്ലെങ്കിൽ നോക്കത്തില്ല. കാരണം ദമേശക്കുകാർ ചിലപ്പം വർഷിപ്പിന് വരികയാണെങ്കിൽ അവർക്കൂടൊരു എന്തുവാ ഒരു ഇംഗ്ലീഷ് പറഞ്ഞ അട്രാക്ഷനോ. തെറ്റിയോ? അപ്പം ദമേശക്കിലെ യാഗപീഠത്തിന്റെ പിക്ചർ എടുത്ത് ആകാശ് അവന്റെ പാസ്റ്റർ ആകുന്ന ഊരിയ പാസ്റ്റർക്ക് അയച്ചു. ഊരിയ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ തിരിച്ചവിടെ വരുമ്പോൾ ഇതുപോലെ പണിയണം, ഇല്ല നിന്റെ പെടലിയുടെ മേളിൽ തല കാണുകയാണ്. പാസ്റ്റർ ആകവാള് വിട്ടുപോയി. അന്ന് ഈ പാസ്റ്റർ പറയണ്ടേ, ഞാൻ പണിയാൻ ഒക്കത്തില്ല, കാരണം നമ്മൾ പണിത് വെച്ചേക്കുന്നത് മേളിലത്തെ മാതൃക പ്രകാരമാണ്, മോശയ്ക്ക് കാണിച്ചു കൊടുത്തത്. ആ മാതൃക പ്രകാരമായി ഇവിടെ പണിത് വെച്ചേക്കുന്നത്. താൻ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് എന്തെങ്കിലും കോക്കാൻ പീച്ച് കണ്ടേച്ച് അതിനെല്ലാം ഇവിടെ പണിയാൻ പറഞ്ഞാൽ എന്നെ കിട്ടുകയില്ലെന്ന് പാസ്റ്റർ പറയണം. ഇയാൾ എന്തും പണിയാൻ ചെയ്യാം. അങ്ങനെയുള്ള പാസ്റ്റർ പറയും. സഭയിലെ ചില സെക്രട്ടറിയും ചില ട്രഷാറും ചില കാശുള്ളവനൊക്കെ പറയും, അങ്ങനല്ല പാസ്റ്റർ, ഇങ്ങനെയാണ്. ഏത് പൊന്നുമോൻ പറഞ്ഞാലും നീ തിരുവചനം വിട്ട് ഒരു പണിക്കും പോകരുത്. അവൻ അമേരിക്കയിൽ നിന്ന് വന്നതാലും കൊള്ളാം, കാനഡയിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിലും കൊള്ളാം, ലണ്ടൻ ആണെങ്കിലും കൊള്ളാം, നാടനാണെങ്കിലും കൊള്ളാം, കാശുള്ള ഏത് ബിസിനസ്സുകാരൻ പറഞ്ഞാലും ഇത് വിട്ടൊരൊറ്റ പണിക്ക് നീ പോകരുത്. കാശുകാരൊക്കെ വന്ന് പറയും, പാസ്റ്റർ മോൻ ബാംഗ്ലൂർ ചെന്നപ്പോ കണ്ടതാ, നമുക്ക് ആ മെത്തേഡ് ഒന്ന് അത് നീയും പെമ്പിളയും കൂട്ടിരുന്ന ആ മെത്തേഡ് സഭ ദൈവത്തിൻ്റെതാ. ഇത് ഇതിന്റെ പണി പോലെ നടക്കണം. അധികാരവും കാശും പൊസിഷനും വെച്ച് മാറ്റുന്നതല്ല ഈ പണി. ഇത് ഇതിന്റെ മാതൃക സ്വർഗത്തിലുള്ളതാണ്. പക്ഷെ ഈ ആകാശ് പറഞ്ഞതുപോലെ ഇങ്ങേര് പണിയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് ഇവൻ വ്യത്യാസം വരുത്തി. ആരാധനയുടെ പ്രമാണം മാറ്റിയെന്ന് വായിച്ച ഞാൻ വാക്യമാ പറയുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ആ താള് മറിക്കുമ്പോ ഇടത്തുവശത്ത് മുകളിൽ തന്നെ ഈ ഭാഗത്തായിട്ട് വരും. 16-ന്റെ 10 വായിച്ചേ. ആഹാസ് രാജാവായ അശൂർ രാജാവായ ഇങ്ങോട്ട് കൊടുക്കും. ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസറിനെ, ആകാശ രാജാവ് അശൂർ രാജാവാകുന്ന തിഗ്ലത്ത് പിലേസറിന്റെ അടുക്കൽ അദ്ദേഹത്തെ കാണുവാൻ ദമ്മേശേക്ക് ചെന്നു. അടുത്ത വാക്യം. ദമ്മേശേക്കിലെ
ബലിപീഠം കണ്ടു. ദമ്മേശേക്കിലെ ബലിപീഠം കണ്ട് ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും ബലിപീഠത്തിന്റെ ഒരു ഫോട്ടോ, ഒരു പ്രതിമ, ഒരു പിക്ചർ, ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തയച്ചു. ഊരിയ പുരോഹിതന് അതിന്റെ പിക്ചർ അയച്ചു, മാതൃക. ഏതാ ദമ്മേശേക്ക് കണ്ടത്? അത് നേരെ അങ്ങോട്ട് അയച്ചു. അടുത്ത വാക്യം ഊരിയ പുരോഹിതൻ ഒരു യാഗപീഠം പണിതു. ഒരു യാഗപീഠം പണിത് എന്ന് പറഞ്ഞാൽ ആകാശ് അയച്ച ഒരു സെയിം യാഗപീഠം അവിടെ പണിതു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ യാഗപീഠമുണ്ട്. അതിപ്പം വിഷയമല്ല. കാശും പുത്തനും പൊസിഷനും കമ്മിറ്റിയും കൗൺസിലും കയറി ഇപ്പം വേറെ യാഗപീഠം പണിയുക. ദൈവത്തിന്റെ അവിടെ മാറി കിടക്കുക. ഒരു യാഗപീഠം പണിതു. അടുത്തത് ആഹാസ് രാജാവ് ദമ്മേശേക്കിൽ നിന്ന് അയച്ച പ്രകാരമൊക്കെയും അയച്ച പ്രകാരം, സ്വർഗത്തിലെ പ്രമാണ പ്രകാരമല്ല, ദമ്മേശേക്കിലെ പ്രമാണം. ഇപ്പൊ അങ്ങനല്ലേ, സഭയ്ക്കകത്തല്ല, ദമ്മേശേക്കിലെ എല്ലാം സഭയ്ക്കകത്ത് കൊണ്ടുവരികയല്ലേ. മുകളിലൊരു മാതൃക ഉണ്ട്, അതുപോലെ നമ്മൾ പണിയേണ്ടത്. അതെല്ലാം തട്ടിക്കളയുക. അധികാരവും രാഷ്ട്രീയ പിടിപാടും പൈസയുടെ പിടിപാടും കായബലവും ഗുണ്ടായുസവും കൊണ്ട് സ്വർഗത്തിലെ പ്രമാണം മാറ്റിവെച്ച് ദമ്മേശേക്കിലെ മറ്റ് പല ശേഖയിലെ കാര്യങ്ങൾ അകത്ത് കൊണ്ട് കയറ്റുക, സഭയ്ക്കകത്ത്. ആ മാതൃക പ്രകാരം ആഹാസ് രാജാവ് ദമ്മേശേക്കിൽ നിന്ന് വരുമ്പോഴേക്ക് ഊരിയ പുരോഹിതൻ അത് പണിത്. പുള്ളിയുടെ പടല് കാണുകയല്ല, പുള്ളി അത് പണിതു. അടുത്തത് രാജാവ് ദമ്മേശേക്കിൽ നിന്ന് വന്നപ്പോൾ ആ യാഗപീഠം കണ്ടു. ആ യാഗപീഠം പുള്ളി കണ്ടു. ഞാൻ കൊടുത്തതുപോലെ തന്നെ പാസ്റ്റർ പണിതല്ലോ. അടുത്തത് രാജാവ് യാഗപീഠത്തിൽ ചെന്ന് അതിന്മേൽ കയറി. പുള്ളി ചാടിയതിന്റെ മേളിൽ കയറി. ഓരോ കൊന്ത്രാക്കൊള്ളി ഒപ്പിക്കുന്ന കണ്ടോ, അവൻ ചാടിയതിന്റെ മേളിൽ കയറി. അടുത്തത് ഹോമയാഗവും ഭോജനയാഗവും ദഹിപ്പിച്ച് പുള്ളി ഉടനെ അവിടെ ക്രൂസൈഡ് നടത്തി, കൺവെൻഷൻ നടത്തി, മെഗാ ക്രൂസൈഡ് നടത്തി, പവർ കോൺഫറൻസ്, ഫയർ മീറ്റിംഗ്, തീമഴ, അഗ്നിമഴ, കൽമഴ, പെരുമഴ, റോഡ് മുഴുവൻ കട്ടവിട്ടും ബാനറും. സ്തോത്രം. ഷാൾ വിട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത് മുഴുവൻ മണിയാ. ഞാൻ എന്റെ കാര്യമായി പറഞ്ഞു. പാനീയയാഗവും പകർന്ന് ഹോമയാഗവും പാനീയയാഗവും പകർന്ന് ക്രൂസൈഡ്, മെഗാ ക്രൂസൈഡ്, പിന്നെ മുഴുവൻ ദേശം കൊണ്ട് ഒപ്പിച്ചു. അടുത്തത് സമാധാന യാഗങ്ങളുടെ രക്തവും യാഗപീഠത്തിന്മേൽ തളിച്ചു. അടുത്തത് യഹോവയുടെ സന്നിധിയിലെ താമ്രയാഗപീഠം. അത് മോശയ്ക്ക് പർവ്വതത്തിൽ കാണിച്ച മാതൃക. അതാ യഹോവയുടെ സന്നിധിയിലെ താമ്രയാഗപീഠം. അവൻ ആലയത്തിന്റെ മുൻവശത്ത് തന്റെ യാഗപീഠത്തിനും യഹോവയുടെ ആലയത്തിനും മധ്യേ നിന്ന് നീക്കി തന്റെ യാഗപീഠത്തിന്റെ വടക്കുവശത്ത് കൊണ്ടുപോയി. കുഴപ്പമില്ല, ഞാൻ പ്രസംഗിക്കുന്ന ചൂടിലും ആശയത്തിലും ഒന്നുകൂടെ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ തെറ്റുന്നൊന്നുമില്ല, നന്നായിട്ടാ വായിക്കുന്നത്. എന്നാൽ യഹോവയുടെ യാഗപീഠം, താമ്രയാഗപീഠം, അവിടെ മുതൽ ഒന്നുകൂടെ വായിച്ചേ. ആ താമ്രയാഗപീഠം യഹോവയുടെ ആലയത്തിലെ യഹോവയുടെ സന്നിധിയിലെ താമ്രയാഗപീഠം. യഹോവയുടെ സന്നിധിയിലെ താമ്രയാഗപീഠം അവൻ ആലയത്തിന്റെ മുൻവശത്ത് നിന്ന് തന്റെ യാഗപീഠത്തിനും യഹോവയുടെ ആലയത്തിനും മധ്യേ നിന്ന് നീക്കി. അവിടെ നിന്ന് അവൻ നീക്കി തന്റെ യാഗപീഠത്തിന്റെ വടക്കുവശത്ത് കൊണ്ടുപോയി വെച്ചു. തന്റെ യാഗപീഠത്തിന്റെ വടക്കുവശത്ത് കൊണ്ടുവന്ന് വെച്ചു. എങ്ങനെയുണ്ട്? ബാക്കി ഞാൻ പറയുന്നില്ല. ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ തിരിഹിത പ്രകാരം അവൻ ചെയ്ത യാഗപീഠം അവിടെ ഇളക്കി മാറ്റി അവന്റെ വടക്ക് വശത്ത് കൊണ്ട് സ്ഥാപിച്ചു. ഇത് ദൈവഹിതമല്ലായിരുന്നു. അതുകൊണ്ടാ പറഞ്ഞത് ആകാശന്റെ ഘടികാരം എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പൻ കാണിച്ച ഈ കാക്കായങ്ങൾക്കെല്ലാം നീ ക്രമീകരണം വരുത്തിയാൽ നിനക്ക് ആയുസ് തരും. പിടിച്ചു വെച്ച് മേടിച്ചത് കൊണ്ടാ പിന്നെ മനസ്സുകൊണ്ടായത്. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ വാക്ക് നിർത്താം. പിടിച്ചു വെച്ചൊന്നും മേടിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, അവിടത്തേക്ക് ഹിതമുണ്ടെങ്കിൽ. അതിനേറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവ്. അത് പറഞ്ഞ് എൻ്റെ വാക്കങ്ങ് നിർത്തുക. യേശു കർത്താവ് ഏറ്റവും നല്ല മാതൃക. കാരണം
നിങ്ങൾക്കറിയാം, കർത്താവ് ഗെത്സമനെ വെച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 40, 41, 42 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. ആമേൻ, വിയർപ്പ് രക്തത്തുള്ളിയായിട്ട് വീണു. ആമേൻ, ആ മനോവേദനയോടെ പാപഭാരമെല്ലാം വഹിക്കുക. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് ഒന്ന് നീക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും നിർത്താതെ കണ്ട അടുത്ത വാക്യം പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഹിതം. ആദ്യം പറഞ്ഞു ഇതൊന്ന് മാറ്റി തന്നാൽ നല്ലതാ, ഈ പാനപാത്രം. ചേർത്ത് പറയാ, എങ്കിലും എൻ്റെ ഇഷ്ടം അല്ല. നിങ്ങൾ ആ 22-43 ഇങ്ങനെ വായിക്കുന്നു, ഈ ദൈവഹിതത്തിനായി കർത്താവ് ഒന്ന് സമർപ്പിച്ചപ്പോൾ, വീണ്ടും സമർപ്പിച്ചപ്പോൾ, അവൻ 43-ാമത്തെ വാക്യത്തിൽ പറയുകയാ, വായിച്ചേ വീച്ച, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി പ്രത്യക്ഷനായി. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ സമ്പൂർണ്ണ ദൈവഹിതത്തിന് നിന്നെ സമർപ്പിച്ചാൽ നിന്നെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതനെ ഇറക്കും. ഒരു തർക്കവുമില്ല. ചിലപ്പോ ശിഷ്യന്മാരാരും കാണത്തില്ല, കൂട്ടുവേലക്കാരും കാണത്തില്ല, ഭാര്യ കണ്ടെന്ന് വരികയില്ല, ഭർത്താവ് കണ്ടെന്ന് വരികയില്ല, മക്കള് കണ്ടെന്ന് വരികയില്ല, സഭക്കാര് കണ്ടെന്ന് വരികയില്ല. പക്ഷെ നീ ദൈവഹിതത്തിന് നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചാൽ നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്നെ ധൈര്യപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ നിനക്ക് വേണ്ടി അടുത്തിറക്കും. നമുക്ക് ദൈവഹിതത്തിനായി ഇന്ന് രാത്രി സമർപ്പിക്കാം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവൻ നിന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവം ദൂതനെ ഇറക്കും, നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവം ദൂതനെ ഇറക്കും, നിന്നെ ശക്തീകരിക്കുവാൻ ദൈവം ദൂതനെ ഇറക്കും. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്ത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ മഹായോഗത്തിന്റെ കടശരാത്രി ആയിരുന്നല്ലോ. ദൈവഹിതത്തിനായി നമ്മെ ഒന്ന് സമർപ്പിക്കാം. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ആ പഴയ പാട്ടിന്റെ ചരണങ്ങൾ